السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. صدق الله العلي العظيم. صدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യരായ പണ്ഡിതന്മാർ, കർമ്മോത്സുകരായ കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ ജമാഅത്തിൻ്റെ ഖത്തീബ് ഉസ്താദ്, അതുപോലെ ഈ വേദിയിൽ ഇതുപോലെ സദസ്സരൊക്കെ ഉപവിഷ്ടരായ ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാഫിആയ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അനുഗ്രഹങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കലാണ് എന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായി അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. മുതിർന്നവരാണ്, പ്രായമായവരാണ് നമ്മുടെ ബറക്കത്ത്. നമ്മുടെ കൂട്ടത്തിലുള്ള ബലഹീനരായ ആളുകളെ കൊണ്ടാണ് അള്ളാഹു നമ്മൾക്ക് റിസ്ക് നൽകുന്നത്, അള്ളാഹു ഭക്ഷണം നൽകുന്നത്, അള്ളാഹു മഴ നൽകുന്നത്. ഇപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന സ്വതന്ത്ര ചിന്താഗതിയിൽ നിന്ന് പരിശുദ്ധ ഇസ്ലാം ഏറെ അകലെയാണ്. ബലഹീനരായ ആളുകളുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. അപ്പൊ നമ്മുടെ ബറക്കത്ത്, നമ്മൾക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ തൗഫീഖ്, ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള മുതിർന്നവരായ താടിയും മുടിയൊക്കെ നരബാധിച്ച് പ്രായമായ ഈ ആളുകളോട് നമ്മൾ കാണിക്കുന്ന സമീപനം പോലെയാണ് എന്നാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ ആകത്തുകയായി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം, അല്ലാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം. അത് തഖ്വയുള്ള ആളുകൾക്കേ കഴിയുള്ളൂ.
തഖ്വയില്ലാത്ത ആളുകൾക്ക് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ കഴിയില്ല. ഇപ്പോൾ പള്ളിയാണെങ്കിലും അള്ളാഹു ആദരിച്ച ചില സ്ഥലങ്ങളുണ്ട്, അത് പള്ളിയാണ്. അള്ളാഹു ആദരിച്ച ചില ദിവസങ്ങളുണ്ട്, വെള്ളിയാഴ്ച പോലെ, റമദാൻ പോലെ. അള്ളാഹു ആദരിച്ച ചില വ്യക്തികളുണ്ട്, അവരുടെയൊക്കെ പേരിലാണ് നമ്മൾ ഉറൂസുകൾ സംഘടിപ്പിക്കാറുള്ളത്. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ അള്ളാഹു ആദരിച്ചവരാണ് താടിയും മുടിയൊക്കെ നരബാധിച്ച് പ്രായമായ ഉമ്മമാരും പ്രായമായ ഉപ്പമാരും. പ്രഗത്ഭനായ ഒരു കവി ഇങ്ങനെ പാടുന്നുണ്ട്: ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസ്ബിയതും മിനൽ യതാമാ റുല്ലഉ വമുഹ്മലാതുൻ ഫിൽ ഫലാതി റുത്തഉ സുബ്ബ അലൈകുമുൽ അദാബുൽ മൂജഉ. വയസ്സായ പ്രായമായ വൃദ്ധരായ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചെല്ലുന്ന, ദുആ ചെയ്യുന്ന, റുകൂഅ് ചെയ്യുന്ന, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന വയസ്സന്മാർ നമ്മുടെ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ അവരൊക്കെ മരിച്ചുപോയാൽ വസ്ബിയതും മിനൽ യതാമാ റുല്ലഉ, അനാഥരായ, അഗതികളായ, നിരാലംബരായ, ബലഹീനരായ പിഞ്ചോമന മക്കൾ, ഉമ്മമാരുടെ മുലപ്പാല് കുടിക്കുന്ന ആ പിഞ്ചോമന മക്കളില്ലായിരുന്നുവെങ്കിൽ വമുഹ്മലാതുൻ ഫിൽ ഫലാതി റുത്തഉ, എട്ടും പൊട്ടും തിരിയാത്ത മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളില്ലായിരുന്നുവെങ്കിൽ സുബ്ബ അലൈകുമുൽ അദാബുൽ മൂജഉ, അല്ലാഹു തആല ഭൂകമ്പങ്ങൾ കൊണ്ട്, കൊടുങ്കാറ്റുകൾ കൊണ്ട്, തീക്കാറ്റുകൾ കൊണ്ട് അല്ലാഹു തആല ഈ നാടിനെ, ഈ സമൂഹത്തെ, ഈ ജനങ്ങളെ എന്നേ നശിപ്പിക്കുമായിരുന്നു എന്ന് എത്ര ഭംഗിയായിട്ടാണ് മഹാനായൊരു കവി വർണ്ണിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടുമാണ് ഞാൻ പറയുന്നത്, തന്ത വൈബ് എന്ന് പറയുന്ന പുതിയൊരു ട്രെൻഡിലേക്ക് നമ്മൾ മാറുകയാണ്. ആരെന്തെങ്കിലും ഉപദേശങ്ങൾ പറഞ്ഞാൽ അവരെ നമ്മൾ തന്ത വൈബാക്കി ഒതുക്കി നിർത്താണ്. പ്രായമായവർക്ക് അഭിപ്രായം പറയാനുള്ള വോയിസ് ഇല്ലാത്ത സാഹചര്യമായി നമ്മുടെ കൗമുമാറാണ്. പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല. പള്ളിയിലോ ഹൗദിനടുത്തോ ആരെങ്കിലും കളിച്ചാൽ നാട്ടിലുള്ള ഏതെങ്കിലും വയസ്സന്മാരെ കാണുമ്പോൾ എല്ലാവരും സൈലന്റ് ആവും. തറാവീഹിന് എല്ലാവരും അച്ചടക്കത്തിൽ നിസ്കരിക്കും. ആർക്കും ഇടയ്ക്കിടെ ഓടാനും ചാടാനും മുഖം കഴുകാൻ പോകാനൊന്നും ധൈര്യമുണ്ടായിരുന്നില്ല. കുറച്ച് മുമ്പൊക്കെ നാട്ടിൽ ഉപ്പാനെ പേടിച്ചിട്ടല്ല, നാട്ടിലുള്ള വയസ്സന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. കളിക്കുകയാണെങ്കിൽ വൈകുന്നേരം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരു വയസ്സം കാക്ക അതുവഴി വന്നാൽ അവർ കളി നിർത്തി പള്ളിയിലേക്ക് ഓടും. ഇന്നെല്ലാം നേരെ വിപരീതമായി. വയസ്സന്മാർക്ക് പറയാനുള്ള വോയിസ് ഇല്ല. അവർ പറഞ്ഞാൽ നമ്മുടെ മക്കൾ കേൾക്കുന്നില്ല. പള്ളികളിൽ ഏതെങ്കിലും ഒരു കാരണവന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തന്ത വൈബാണ് എന്ന് പറഞ്ഞവരെ കളിയാക്കുന്നു. വീട്ടിലുള്ള സ്വന്തം പിതാവിന് പോലും റെസ്പെക്റ്റ് ലഭിക്കാത്ത ഒരു കാലമായി പുതിയ ജനറേഷൻ, പുതിയ തലമുറ മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനും നമ്മുടെ റിസ്ഖും നമ്മുടെ ദീനും എല്ലാം നിലനിൽക്കണമെങ്കിൽ അദബുണ്ടാകണം. അദബില്ലാതെ ഇതൊന്നും അല്ലാഹു നമ്മൾക്ക് നിലനിർത്തി തരൂല എന്നുള്ള ഒരു യാഥാർത്ഥ്യം പ്രിയപ്പെട്ട എല്ലാവരും മനസ്സിലാക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമുമായി ഒരു സാഹിറന്മാർ, മജീഷ്യന്മാർ ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരം നടക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫറോവയുടെ പട്ടാളക്കാർ വലിയൊരു മൈതാനത്ത്, വലിയൊരു ഗ്രൗണ്ടിൽ ഒരു മാജിക്കുമായി ബന്ധപ്പെട്ട മത്സരം നടക്കുകയാണ്. ആ മത്സരം നടക്കുന്നതിനു മുമ്പ് അവരെല്ലാവരും ഫറോവ എന്ന് പറയുന്ന രാജാവിനെ, അവരുടെ ദൈവത്തെ സമീപിക്കുന്നുണ്ട്. എന്നിട്ട് രാജാവിനോട് അവർ പറയുന്നുണ്ട്, وجاء السحرة فرعون قالوا إن لنا لأجرا
ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. അല്ലയോ ഫറോവ, ദൈവം അന റബ്ബുക്കുമുൽ അഅല, നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് ദൈവം ഞാനാണ്. അല്ലയോ ദൈവമേ, ഞങ്ങൾ ഇന്ന് വിജയിച്ചാൽ നിങ്ങൾ എന്താ ഞങ്ങൾക്ക് തരിക? മൂസാ നബിയെ തോൽപ്പിച്ചാൽ നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് സമ്മാനമായി തരിക? ഫറോവ പറഞ്ഞു, ഖാല നഅം വഇന്നകും ലമിനൽ മുഖറബീൻ. നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ്, ഇന്നു മുതൽ എൻ്റെ സ്വന്തക്കാരാണ്. അല്ലെ, ഒരു പ്രധാനമന്ത്രി ഒരു അവാർഡ് തരുന്നതിനേക്കാളും നല്ലത് പ്രധാനമന്ത്രിയുടെ ഒരു സെക്രട്ടറിയായി കൂടെ നിർത്തലാണ്. 1,00,000 10,000 സമ്മാനം തരുന്നതിനേക്കാളൊക്കെ നല്ല എന്താ, ഇന്നു മുതൽ നീ എൻ്റെ സെക്രട്ടറി ആയിട്ട് കൂടെ നടക്കണം. അപ്പോൾ കോടികൾ ഉണ്ടാക്കാം. അപ്പൊ അവർക്ക് വലിയ ഹാപ്പിയായി. പൈസയും സമ്മാനമൊന്നുമില്ല, ദൈവത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാർ. അങ്ങനെ അവർ മത്സരത്തിന് ഇറങ്ങാൻ. എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ ബിഇസ്സതി ഫിർഔന ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ. ഫിർഔനിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്ന് ഞങ്ങൾ തന്നെയാണ് വിജയിക്കുന്നത്, ഇന്ന് വേറൊരാളും വിജയിക്കാൻ പോകുന്നില്ല. മൂസാ നബി വിജയിക്കൂല, ഞങ്ങളാ വിജയിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് മത്സരം തുടങ്ങാൻ നിൽക്കാൻ. അപ്പോ ഞാനിത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ, നമ്മുടെ ഭാവി ജീവിതത്തിൽ റെസ്പെക്ട്, ബഹുമാനം എത്രത്തോളം ഉപകരിക്കും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഗീവ് റെസ്പെക്ട്, ഗെറ്റ് റെസ്പെക്ട്. ബഹുമാനം കൊടുത്താലേ ബഹുമാനം തിരിച്ചുവിട്ടുള്ളൂ. ലോകത്ത് കാലം ഒന്നും തിരിച്ചു തരാതെ കടന്നുപോയിട്ടില്ലെന്ന്, ഒരു പ്രതികാരവും കാലം തിരിച്ചു നൽകാതെ കടന്നുപോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര റെസ്പെക്ട് നൽകുന്നുണ്ടോ മുതിർന്നവർക്ക്, അതേ ഒരു റെസ്പെക്ട് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾക്ക് കിട്ടും. അല്ലെങ്കിലോ നമ്മൾ ആർക്കും വേണ്ടാത്ത, വീട്ടിൽ നിന്ന് പോലും എഴുതി തള്ളപ്പെട്ട ഒരാളായി നമ്മൾ മാറും. ആ ഒരു വിഷമം അറിയണമെങ്കിൽ ആ ഒരു കണ്ടീഷനിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ അവര് പറഞ്ഞു, ഫിർഔനിന്റെ ബറക്കത്ത് കൊണ്ട് ഇന്ന് ഞങ്ങളാണ് വിജയിക്കുന്നത്. അങ്ങനെ മത്സരത്തിന് പോയി. മൂസാ നബിയോട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അവര് മൂസാ നബിയോട് ചോദിക്കുന്നുണ്ട്, ഖാലൂ യാ മൂസാ ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. മൂസാ നബിയെ, മത്സരം തുടങ്ങുകയാണല്ലോ, നിങ്ങൾ ആദ്യം തുടങ്ങുന്നോ അതോ ഞങ്ങൾ തുടങ്ങണോ? സാധുമാരൊക്കെ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ദ്വാരക്കി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആർക്കും ദുആ ചെയ്താൽ പോരെ, അത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അതൊരു റെസ്പെക്റ്റാണ്. നിങ്ങൾ ദ്വാരക്കി. ചിലപ്പോൾ ദ്വാരക്കേണ്ട ആൾ ഖത്തീബ് ഉസ്താദായിരിക്കും. ഭക്ഷണം കഴിച്ച് വീട്ടിലൊക്കെ പോയാൽ ഒരു നാട്ടിൽ എല്ലാ ദുആനും നേതൃത്വം നൽകുന്നത് ഖത്തീബ് ഉസ്താദായിരിക്കും. എന്നാലും ഖത്തീബ് ഉസ്താദ് വെറുതെങ്കിലും ഒന്ന് ചോദിക്കും, നിങ്ങൾ ദ്വാരക്കുന്നുണ്ടോ? അത് റെസ്പെക്റ്റാണ്, ഒരു ബഹുമാനമാണ്. ഇപ്പൊ നമ്മളിവിടെ വന്നാൽ വാദ പറയുന്ന ഉസ്താദുമാരായിരിക്കും ദ്വാരക്കുക. ഭക്ഷണം കഴിക്കാൻ പോയാലും കാമലാണെങ്കിലും എവിടെയാണെങ്കിലും. എന്നാലും നമ്മളവരോട് ഒരു റെസ്പെക്റ്റിന് ചോദിക്കും, നിങ്ങൾ ദ്വാരക്കുന്നുണ്ടോ? അതൊരു ബഹുമാനമാണ്. ആ ബഹുമാനാണ് ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ യുവാക്കളിലും യുവതികളിലൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു ബഹുമാനാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അള്ളാഹു ഈ സമൂഹത്തിന്റെ ബറക്കത്തിനെ എടുത്തു കളയുന്നു. അതാണ് ഇവിടെ ഇവർ പറയുന്നത്, ഖാലൂ യാ മൂസാ, മൂസാ നബിയെ, ഇമ്മാ അൻ തുൽഖിയ വ ഇമ്മാ അൻ നകൂന നഹ്നുൽ മുൽഖീൻ. മത്സരം തുടങ്ങുന്നുണ്ട്, നിങ്ങൾ ആദ്യം തുടങ്ങുന്നോ അതോ ഞങ്ങൾ തുടങ്ങണോ? നിങ്ങൾ തുടങ്ങുന്നോ അല്ല ഞങ്ങൾ തുടങ്ങണോ? നിങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞു ബഹുമാനത്തിൽ. ആ ബഹുമാനം അവർ പറഞ്ഞു. പക്ഷെ മൂസാ നബി അവരോട് പറഞ്ഞു, അൽഖൂ, നിങ്ങൾ തുടങ്ങിക്കോളി. ഖാല അൽഖൂ, നിങ്ങൾ തുടങ്ങിക്കോളൂ. ഫലമ്മാ അൽഖൗ സഹറു അഅ്യുനൻ നാസ്. അവരവരുടെ മാരണവിദ്യകൾ, മാജിക്, അവരുടെ ബ്ലാക്ക് മാജിക് എല്ലാം പുറത്തെടുത്തുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന വടിയും അവരുടെ കയ്യിലുണ്ടായിരുന്ന കയറും എല്ലാം വലിയ പാമ്പുകളായി മാറി. മാജിക്, മുതുകാടൊക്കെ വലിയ വലിയ മാജിക്കുകൾ കാണിക്കും. എല്ലാം വലിയ പാമ്പായി മാറി. അപ്പൊ മൂസാ നബിക്ക് പോലും പേടി തോന്നി. എല്ലാരും പേടിച്ചു. ഈ പാമ്പൊക്കെ കാണുമ്പോൾ എല്ലാരും പേടിച്ചു. അങ്ങനെ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ഔഹൈനാ ഇലാ മൂസാ അൻ അൽഖി അസാക്. മൂസാ നബി നിങ്ങൾ ഇട്ടോളി. മൂസാ നബി ഇട്ടു. മൂസാ നബിയുടേത് ഒറിജിനൽ പാമ്പാണ്, മറ്റതൊക്കെ ഒരു മാജിക്, കൺവെട്ടാണ്. മൂസാ നബിയുടേത് ഒറിജിനൽ പാമ്പാണ് എന്നറിഞ്ഞപ്പോ ആലോചിക്കാനൊന്നും നിന്നില്ല. വഉൽഖിയ അസ്സഹറതു സാജിദീൻ.
ഫിറഔനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ എല്ലാ മജീഷ്യന്മാരും അവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് മുസ്ലിമാവുകയാണ്. ഫിറഔനിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരാകും എന്ന സന്തോഷത്തോടെ മത്സരിക്കാൻ വന്നവർ, ഫിറഔനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞവർ, അവര് പറഞ്ഞു ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ, റബ്ബി മൂസ വ ഹാറൂൻ, മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ മജീഷ്യന്മാര് പെട്ടെന്നവർക്ക് ഈമാൻ കിട്ടാനുള്ള കാരണം അവര് മൂസാ നബി അലൈഹിസ്സലാമിനോട് കാണിച്ച ആ റെസ്പെക്റ്റ് ആണ്. അങ്ങനെ ആദരിക്കേണ്ടവരെ ആദരിച്ചാൽ അള്ളാഹു നമ്മുടെ ഖൽബിൽ തഖ്വ തരും, നമ്മൾ മുത്തഖീങ്ങളായി മാറും. ഉസ്താദുമാരെ ബഹുമാനിക്കണം, അധ്യാപകന്മാരെ ബഹുമാനിക്കണം, അതേപോലെ തന്നെ നാട്ടിലുള്ള വയസ്സായ കാരണവന്മാരെ ബഹുമാനിക്കണം. നമ്മളെക്കാൾ പ്രായം കൊണ്ട് മുതിർന്ന എല്ലാ ആളുകളെയും ബഹുമാനിക്കണം നമ്മൾ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾക്ക് യൗവനമുണ്ടാകുമ്പോൾ ചോരത്തിളപ്പുണ്ടാകും, ആരോഗ്യമുണ്ടാകും, ഒരുപക്ഷേ പണവും ഉണ്ടാകും. ഈ പണങ്ങളൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് അല്ലാഹു തരുന്നതല്ല. ആരോഗ്യം നമ്മുടെ കഴിവ് കൊണ്ട് അല്ലാഹു നമ്മൾക്ക് തന്നതല്ല. നമ്മുടെ നാട്ടിലുള്ള വൃദ്ധന്മാരായ ആളുകളുടെ ബറക്കത്ത് കൊണ്ടാണ് അല്ലാഹു നമ്മൾക്കത് നൽകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിളുഅഫായികും, നിങ്ങൾക്ക് അല്ലാഹു റിസ്ഖ് നൽകുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സഹായം നൽകുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള ബലഹീനരായ ആളുകളെ കൊണ്ടാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി ബിളുഅഫായികും. നമ്മുടെ നാട്ടിലുള്ള ബലഹീനരായ ആളുകൾ ഒന്നിനും കൊള്ളൂല, അവരെ കൊണ്ട് സമൂഹത്തിനൊരു ഉപകാരം ഉണ്ടാവില്ല, വീട്ടുകാർക്കൊരു ഉപകാരം ഉണ്ടാവില്ല. ദഈഫാണ്, ബലഹീനരാണ്. പക്ഷേ അവര് കാരണത്താലാണ് അള്ളാഹു നമ്മൾക്ക് സഹായം നൽകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അവരെ നമ്മൾ അപമാനിച്ചാൽ അള്ളാഹു നമ്മളെ ശിക്ഷിച്ചു കളയും. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ലൗലൽ ബഹായിം, മൃഗങ്ങളില്ലായിരുന്നുവെങ്കിൽ ലം തുംതറൂ, അല്ലാഹു തആല ഒരിക്കലും മഴ തന്നെ നൽകുമായിരുന്നില്ല. നാൽക്കാലികൾ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു നമ്മൾക്ക് മഴ തരുന്നത്. നാൽക്കാലികൾ അവർക്കൊന്നും അറിയില്ല, അവരെട്ടും പൊട്ടും തിരിയാത്തവരാണ്, അലക്ഷ്യമായി നടന്നു നീങ്ങുന്നവരാണ്, വകതിരിവില്ലാത്തവരാണ്. അവരുള്ളത് കൊണ്ടാണ് അല്ലാഹു നമ്മൾക്ക് മഴ തരുന്നത്. ഈ നാൽക്കാലികൾ ഓർക്കും, പഠിച്ചോ, ചിലപ്പോൾ വിചാരിക്കും എല്ലാവരും ഒന്ന് നശിപ്പിച്ചാലോ, മഴ തരാതെ, വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട്, വെള്ളത്തിന്റെ പ്രയാസം കൊണ്ട് പട്ടിണി കിട്ട് എല്ലാവരും നശിപ്പിച്ചാലോ എന്ന് അല്ലാഹു ചിന്തിക്കും. പക്ഷെ എപ്പോഴേക്കും പഠിച്ചോൻ ഈ നാൽക്കാലികൾ ഓർമ്മ വരും. ഈ നാൽക്കാലികളെ കാണും, ഇവരെന്ത് തെറ്റ് ചെയ്തു, ചെറിയ മുലപ്പാല് കുടിക്കുന്ന പിഞ്ചോമന മക്കൾ എന്ത് തെറ്റ് ചെയ്തു, അവരൊക്കെ എന്തിനാ നശിപ്പിക്കുന്നത്? അങ്ങനെ അല്ലാഹു എല്ലാവർക്കും മഴ തരും. നാൽക്കാലികൾക്ക് മാത്രമായിട്ട് മഴ കൊടുക്കാൻ കഴിയില്ല. ലൗലൽ ബഹായിം, സകാത്ത് കൊടുത്തില്ലെങ്കിൽ മുനിഉൽ ഖിത്റ മിനസ് സമാ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് മഴയെ തടയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, മഴയെ തടയും. സകാത്ത് കൊടുത്തില്ലെങ്കിൽ അല്ലാഹു മഴയെ തടയും. നിങ്ങൾ വിചാരിക്കും മഴ കിട്ടുന്നുണ്ടല്ലോ, എല്ലാവരും സകാത്തൊന്നും കൊടുക്കുന്നില്ലല്ലോ. ഈ ഹദീസിന്റെ ബാക്കിയിലാണ് നബി തങ്ങൾ പറഞ്ഞത് ലൗലൽ ബഹായിം, മൃഗങ്ങളുള്ളത് കൊണ്ടാണ് അല്ലാഹു മഴ പിന്നെയും തരുന്നത്. അപ്പൊ എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ള ബലഹീനരായ ആളുകൾക്ക് എത്ര സ്ഥാനമുണ്ട് എന്ന് നിങ്ങൾ ഇപ്പൊ പുതിയ ലിബറലിസവും യുക്തിവാദമൊക്കെ എന്താ പറയുന്നത്? സമൂഹത്തിന് ഉപകാരമില്ലെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന്. ഹാൻഡിക്യാപ്ഡായി, സമൂഹത്തിന് ഉപകാരമില്ലാതെ അംഗവൈകല്യമുള്ള ആളുകൾ, ബലഹീനരായി ജനിക്കുന്ന ആളുകൾ, ഒരു നിലക്ക് മണിറ്റ് നടന്ന് ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിയാത്ത മക്കൾക്ക് ഉണ്ടെങ്കിൽ അവരെ ഗർഭകാലത്ത് തന്നെ അബോർട്ട് ചെയ്യണമെന്ന്, അവർ ജനിപ്പിക്കരുതെന്ന്. ഇങ്ങനെ ആരെങ്കിലും ജനിച്ചവരെ കൊന്നുകളയണമെന്ന്. വയസ്സായ ഉപ്പമാര് സമൂഹത്തിന് ഒരു ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ അവരെങ്ങനെ ദയാവതമോ എങ്ങനെയെങ്കിലും ചെയ്തവരെ നശിപ്പിക്കണം. നാടിന് ഉപകാരമില്ലാത്തവർ വെച്ചേക്കരുതെന്ന്. എന്നാൽ പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അവരാണ് ഈ നാടിന്റെ ബർക്കത്ത്. ഈ ദുർബലരായ ആളുകളെ കൊണ്ടാണ് അല്ലാഹു ഇവിടെ ഖൈറും ബർക്കത്തും റഹ്മത്തും അനുഗ്രഹങ്ങളും മഴയും ചെയ്യുന്നത്, തരുന്നത് എന്നാണ് ഈ പരിശുദ്ധ ഇസ്ലാം നമ്മളോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മജീഷ്യന്മാര് ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ മുസ്ലിമാവുകയാണ്. ഇത് കേട്ടപ്പോ ഫിർഔൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ട്രാപ്പാണ്, നിങ്ങളും മൂസാ നബിയും കൂടി ഉണ്ടാക്കിയൊരു ട്രാപ്പായത്, വിടൂല ഞാൻ.
നിങ്ങളുടെ കൈയും കാലും ഞാൻ മുറിച്ചു കളയും. വലത് കാലും ഇടത് കൈയും. വലത് കാല് മുറിച്ച അതിന്റെ കൂടെ ഇടത് കൈ മുറിക്കും. വലത് കൈ മുറിച്ച അതിന്റെ കൂടെ ഇടത് കാല് മുറിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളെ ജീവനോടെ കുരിശിലിട്ടു. ഞാൻ നിങ്ങളെ വെറുതെ വിടൂല. അപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾ കൊന്നോളൂ, നിങ്ങൾക്ക് ഞങ്ങളുടെ കാല് മുറിക്കാൻ കഴിഞ്ഞേക്കാം, കൈകൾ മുറിക്കാൻ കഴിഞ്ഞേക്കാം, ചെവികൾ മുറിക്കാൻ കഴിഞ്ഞേക്കാം, കൈകാലുകളെ തുണ്ടം തുണ്ടമാക്കി കഴുകന്മാർക്ക് വലിച്ചെറിയാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഞങ്ങൾ മരിക്കുന്നത് വരെയല്ലേ നിങ്ങൾക്ക് ഞങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വേദനിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഒരു മനുഷ്യന് വേദന ഉണ്ടാകുന്നത് റൂഹുള്ള കാലത്തോളാണ്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിന് വേദന ഉണ്ടാവില്ല. അതൊക്കെ പഴയ കാലത്ത് നമ്മുടെ ചില തെറ്റിദ്ധാരണകളാണ്. മയ്യത്തിന്റെ മേൽ ഈ ചേരുന്ന ആന ഇരുന്നത് പോലെ എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകളാണ്. അത് മയ്യത്തിനോടുള്ള റെസ്പെക്ട് കാരണം അങ്ങനെ പണ്ട് പറഞ്ഞ് പറ്റിച്ചാണ്. മയ്യത്തിനോട് റെസ്പെക്ട് വേണം. അപ്പൊ അത് ഈച്ചക്കിരിക്കുന്ന മോശമല്ലേ? എവിടെ ഈച്ചിരിക്കല്? മോശം ദുർഗന്ധമുള്ള സ്ഥലങ്ങളിലല്ലേ ഈച്ചിരിക്കുക. അപ്പൊ മയ്യത്തിന്റെ മേൽ ഈച്ചിരുന്നാൽ അത് മയ്യത്തിന് മോശമാണ്, അപകീർത്തിപ്പെടുത്തലാണ്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അല്ലാതെ റൂഹ് തടിയിലില്ലെങ്കിൽ ഒരു വേദന ഉണ്ടാവില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതൊക്കെ ദുആ ചെയ്യും. അവിടെ വേദന ഇല്ല പോസ്റ്റ്മോർട്ടത്തിന്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ശരീരത്തെ വികൃതമാക്കുകയാണ്. ശരീരത്തെ വികൃതമാക്കുന്നത് റെസ്പെക്റ്റിനെതിരാണ്, അല്ലാതെ വേദന ഉണ്ടായിട്ടല്ല. മരിച്ചാൽ പിന്നെ വേദന ഉണ്ടാവുമെങ്കിൽ നമ്മളൊക്കെ തിന്നുന്ന ചിക്കന്റെ കാലൊക്കെ വലിച്ച് അടിച്ചു മാറുമ്പോൾ എത്ര വേദന ഉണ്ടാവും ചിക്കൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്മാർക്ക് മാത്രമാണ് റൂഹുള്ളത്? എല്ലാ ജീവികൾക്കും റൂഹില്ലേ? മട്ടനും പോത്തും ഒക്കെ നമ്മൾ അടിച്ചു മാറാറില്ലേ? ഇതിനൊക്കെ വേദന ഉണ്ടോ നമ്മൾ തിന്നുമ്പോൾ? അതേപോലെ തന്നെയല്ലേ മനുഷ്യന്മാരും. അപ്പൊ അവര് പറയാണ്, ഈ നമ്മുടെ മജീഷ്യന്മാര് പറയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് വരെയല്ലേ പ്രയാസപ്പെടുത്താൻ കഴിയും? അതിനപ്പുറം നിങ്ങൾ എന്ത് മുറിച്ചാലും കഷ്ണം കഷ്ണാക്കിയാലും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വേദന പോലും ഞങ്ങൾ അറിയാനില്ല. അത് വേണ്ടത് ചെയ്തോളി. ഞങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ക്ഷമ തരണേ അല്ലാ, എന്നിട്ട് ഞങ്ങളെ നീ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. അവര് മുസ്ലിങ്ങളായിട്ട് സെക്കൻഡുകൾ പോലും ആയിട്ടില്ല. മുസ്ലിമീങ്ങളായിട്ടൊരു വാദം കേൾക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് അവർക്ക് ഈമാൻ കിട്ടിയത്? ആ ഈമാൻ കിട്ടുന്നത് ഈ റെസ്പെക്റ്റിലൂടെയാണ്, ഈ ബഹുമാനത്തിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാണ്, മുതിർന്നവരെ അപമാനിക്കുന്ന ആളുകൾ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. മുതിർന്നവരെ അപമാനിക്കുന്നവർ ഉപ്പയായാലും ഉമ്മയായാലും ഉസ്താദുമാരായാലും അധ്യാപകന്മാരായാലും നാട്ടിലുള്ള ആരായാലും അവരൊക്കെ അപമാനിക്കുന്ന ആളുകൾ അവരുടെ ഈമാൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈമാൻ പരിപാലിക്കേണ്ടത് നമ്മളാണ്. അള്ളാഹു ഈമാൻ സലാമത്തായി മരിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. വളർന്നു വരുന്നൊരു സമുദായമുണ്ട്, ഈ ജൻസി എന്ന് പറയുന്ന പുതിയ തലമുറ. ജൻസി എന്ന് പറയുന്ന പുതിയൊരു തലമുറ. ആ തലമുറയ്ക്കൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മുതിർന്നവരെ ബഹുമാനിക്കാൻ ഉപ്പമാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാവരും മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് പ്രിയപ്പെട്ടവരെ അബൂ ഖുഹാഫ എന്ന് പറയുന്ന വൃദ്ധനായ വയസ്സനായ കണ്ണുപോലും കാണാത്ത എണീറ്റ് നടക്കാൻ പോലും കഴിയാത്തൊരു കിഴവനായ സിദ്ദീഖ് തങ്ങളുടെ പിതാവിനെ കൊണ്ടുവരികയാണ്. എന്തിനാ കൊണ്ടുവന്നത്? മുസ്ലിമാകാൻ വേണ്ടി കൊണ്ടുവന്നതാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നബി തങ്ങളുടെ മുന്നിലേക്ക് സിദ്ദീഖ് തങ്ങൾ കൊണ്ടുവരികയാണ്. അബൂ ഖുഹാഫയ്ക്ക് പ്രായമായിട്ടുണ്ട്. താടിയൊക്കെ നരച്ചു, മുടിയൊക്കെ നരച്ചു, കണ്ണിന്റെ പിരികം നീളം കൂടി, കണ്ണിന് കാഴ്ച പോലും ഇല്ല, എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബാ, താടിമുടിയൊക്കെ നരബാധിച്ച് എല്ലുകൾക്കൊക്കെ ക്ഷയം സംഭവിച്ച രീതിയിൽ മഹാനായ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നപ്പോ നബി തങ്ങൾ ഹത്താ വളഅ ബൈന യദൈ നബി വദ്ദ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അവരോട് പറയാണ്, അല്ലൗ അബ്ഖാഹു ഫീ ബൈതിഹി, നിങ്ങൾക്ക് ഖുഹാഫയെ വീട്ടിൽ തന്നെ താമസിപ്പിക്കാമായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരൂലേ? ഞാനിതൊക്കെ ചൊല്ലിക്കൊടുക്കാൻ
ഇസ്ലാമിക ആശ്ലേഷണത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് കടന്നു വരൂലേ? എന്തിനിങ്ങോട്ട് ഈ വയസ്സായ മനുഷ്യൻ നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുത്തി കൊണ്ടുവരുന്നത്? നോക്കൂ, നിങ്ങൾ ആരാണ്? ഹബീബായ നബി തങ്ങൾ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്. ലോകത്ത് പകരം വെക്കാനില്ലാത്ത നേതാവാണ് ഹബീബായ നബി തങ്ങള്. ഖുഹാഫ ഒന്നുമല്ല. സിദ്ദീഖ് തങ്ങളുടെ പിതാവാണ് ഖുഹാഫ. അവസാന കാലഘട്ടത്തിലാ മുസ്ലിമാകുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ലൗ അബ്ഖാഹു ഫീ ബൈതിഹി, നിങ്ങൾക്ക് അവരവരുടെ വീട്ടിൽ തന്നെ താമസിപ്പിച്ചിരുന്നെങ്കിൽ അതായിരുന്നു ഖൈർ. എന്തിനാ ഈ പ്രായമുള്ള ആളുകളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതാണ് നബി തങ്ങളുടെ മാതൃക, ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ച വഴി. ഇതാണ്, ഇവിടെയാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് അള്ളാഹു ചൊരിയുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കുമ്പോഴാണ് ഈ വയസ്സന്മാരായ ആളുകളുടെ നര എന്ന് പറയുന്നത് അതൊരു അഭിമാനമാണ്. അതൊരഭിമാനമാണ്. ഈ നരവാദിക്ക എന്ന് പറഞ്ഞാൽ അതൊരു പ്രൗഢാണ്. നമ്മളതിനെ കർപ്പിക്കണമെന്നില്ല. കർപ്പിക്കുന്നത് വൻദോഷമല്ല. ചില ആളുകൾക്ക് ബാക്കിയുള്ള എല്ലാ ഹറാമും ചെയ്യുന്നിട്ട് താടി കർപ്പിച്ച ആളെ കാണും, പറയും, ഓ അയാൾ താടി കർപ്പിച്ച ആൾ കാണുന്നു, ഇയാളെക്കാളും വലിയ തെറ്റ് ഇയാൾ ചെയ്യുന്നുണ്ടാവും. ഫിത്നയാണ് ഏറ്റവും വലിയ പ്രശ്നം. അശദ്ദു മിനൽ സിനാന അശദ്ദു മിനൽ ഖത്ൽ, വിചാരത്തെക്കാളും കൊലപാതകത്തെക്കാളും അപകടമാണ് ഗീബത്തും ഫിത്നയും നമീമത്തും. ഇതൊക്കെ സിമ്പിളായി പറയും. എന്നിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ താടി മുടിയും കർപ്പിച്ചെന്നാൽ അയാളെ കാണിച്ചു, അയാൾ താടി കർപ്പിച്ചെടുക്കുന്ന മനുഷ്യനാണ് എന്ന് പറയും. അതൊക്കെ നിസ്സാരമായ ചില ചെറുദോഷങ്ങളാണ്. എന്നാൽ ഈ ഗീബത്ത് എന്ന് പറയുന്നത് വൻദോഷങ്ങളാണ്. അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത പാപങ്ങളാണ്. പക്ഷെ കർപ്പിക്കുന്നതിനേക്കാളും അതേപോലെ നിലനിർത്തലാണ് ഖൈർ. കർപ്പിക്കേണ്ട ആവശ്യമില്ല. കർപ്പിച്ചത് കൊണ്ട് നമ്മളാരും എന്താവൂല, പ്രായം കുറയൂല. താടി കർപ്പിച്ചത് കൊണ്ട് നമ്മുടെ പ്രായം കുറയൂല. നമ്മൾ എല്ലാത്തിനെയും എക്സ്പ്ലോർ ചെയ്യണമെന്ന. പ്രായമാകുമ്പോൾ നമുക്ക് കുറെ കാലം കറുത്തില്ലേ താടി, കുറെ കാലം കറുത്ത താടി ഉണ്ടായിരുന്നില്ലേ, ഇനി വെളുത്ത താടിയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. വെളുത്ത താടി എങ്ങനെ നമുക്ക് മോഡലാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ടത്. അതിനെങ്ങനെ കറുപ്പിക്കാന്നല്ല. ഇപ്പൊ മുടിയൊക്കെ കഷണ്ടിയാല് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തും. നമ്മുടെ മുടിയൊക്കെ ആളുകൾ വെച്ച് നട്ട് വളർത്തും. കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല, നല്ല കാര്യം. പക്ഷെ അതിനേക്കാളും അതിനെ എങ്ങനെ ആ മുടി ഇല്ലാത്ത കഷണ്ടി നമുക്ക് മോഡലാക്കാം എന്ന് ചിന്തിക്കണം. ഉള്ളതിനെങ്ങനെ മോഡലാക്കാൻ പറ്റും, ഉള്ളതിനെങ്ങനെ ഭംഗിയാക്കാൻ പറ്റും എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. താടി അങ്ങനെ തന്നെ. ഒരുപാട് ആളുകളുണ്ടല്ലോ താടിക്ക് നല്ല വെളുത്ത താടി കൊണ്ട് നല്ല മോഡലിംഗ് ആയി നടക്കുന്ന കുറേ കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വയസ്സായ 50 കഴിഞ്ഞ ആളുകളുണ്ട്. മുടി അതുപോലെ അവിടെയൊക്കെ കഷണ്ടിയാൽ ആ കഷണ്ടിയെ ഭംഗിയാക്കി നടക്കുന്ന ആളുകളുണ്ട്. അതിനപ്പുറം മുടി പ്ലാന്റിങ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും പ്രായമാകുമ്പോൾ നമ്മൾ ആ പ്രായത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക, ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ഇത് കർപ്പിച്ചത് കൊണ്ട് നമ്മുടെ പ്രായമൊന്നും ഒരിക്കലും കുറയാൻ പോകുന്നില്ല. നാട്ടുകാർക്കൊക്കെ അറിയും ചെയ്യും നിങ്ങൾക്ക് ഇത്ര പ്രായമായി. മുഖത്ത് എന്തായാലും കാണും പ്രായമായാലും. എത്ര കർപ്പിച്ചിരുന്നാലും മുഖത്ത് ആ പ്രായം കാണും. പണ്ടത്തതുപോലെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇൻസൈഡും നല്ല ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നത് പോലെ 50 വയസ്സായാലും നടക്കാൻ പറ്റുമോ? നടന്ന് ആരെങ്കിലും നമ്മളെ നോക്കുവോ? കുട്ടികളൊക്കെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് വായ നോക്കാൻ വേണ്ടി ഇരിക്കുന്നത് പോലെ നിങ്ങൾ 50 വയസ്സായ ആളുകൾ താടിമുടിയൊക്കെ കർപ്പിച്ചവിടെ ഇരുന്ന പെൺകുട്ടികൾ നോക്കുമോ നിങ്ങൾ? ഇല്ല. വെറുതെ എന്തിനാ ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ താടിമുടിയൊക്കെ കർപ്പിച്ചടക്കുന്നു? ആ ഉള്ളതിനെ നമ്മൾ അതേപോലെ നിലനിർത്താൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നു നബി തങ്ങള്. ഫഖ്റുൻ, അതൊരു പ്രൗഢാണ്, അഭിമാനാണ്, പരസ്യമാക്കേണ്ട ഒരു അഭിമാനമാണ് ഈ താടിയുടെ നര എന്ന് പറയുന്നത്. സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട ഒരു ആദരവാണത്. അതിനെ നമ്മൾ മറച്ചു വെക്കണമെന്നില്ല. അത് ന്യൂനതയല്ല, അതൊരിക്കലും ഐബല്ല, ന്യൂനതയല്ല, അത് അഭിമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വനൂറുൻ യഖൂദു സാഹിബഹു ഇലൽ ജന്ന, നരബാധിച്ച ആളുകളെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രകാശമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഈ നമ്മുടെ മുഖം എന്ന് പറയുന്നത്. ചില ആളുകളുടെ മുഖങ്ങൾ ഇങ്ങനെ കറുത്ത് കരിവാളിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. إذا بلغت التراقي وقيل من راق والتفت الساق بالساق. പ്രിയപ്പെട്ടവരെ, മുഖം ചില ആളുകളുടേത് കരിവാളിക്കും. ബാസിറ, അയാൾ വിചാരിക്കും ഞാൻ നശിച്ചുപോയി, ഞാൻ തീർന്നുപോയി എന്ന്. എന്നാൽ അങ്ങനെ കരിവാളിക്കുന്ന സമയത്ത് ചില ആളുകളുടെ മുഖത്തിന് വല്ലാത്ത പ്രകാശം ഉണ്ടാകും. വനൂറുൻ
യഖൂദു സാഹിബഹു ഇലൽ ജന്നഹ്. സ്വർഗ്ഗത്തിലേക്ക് നയിക്കുന്ന പ്രകാശമാണ് നമ്മുടെ താടിയുടെയും മുടിയുടെയൊക്കെ നര എന്ന് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മാ മിൻ മുസ്ലിമിൻ യശീബു ശൈബതൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ ഒരാൾ മുസ്ലിമായിട്ട് ഒരാൾ വയസ്സായാൽ 50-60 ഒക്കെ ആകുമ്പോഴാണ് താടിമുടിയൊക്കെ നിരക്ക. ഇന്ന് 30 തന്നെ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഉറക്കില്ല, സ്ട്രെസ്, വെള്ളം, ഇതൊക്കെ പ്രശ്നമാണ്. വൈറ്റമിൻ, ഇതൊക്കെയാണ് പ്രശ്നം. 30 വയസ്സാകുമ്പോൾ തന്നെ താടിമുടിയൊക്കെ നിരബാധിച്ചു തുടങ്ങി അല്ലെ. എല്ലാവരും ചെറുപ്പക്കാരതൊക്കെ വളരെ ചെറുപ്പത്തിലെ മുടിയും താടിയൊക്കെ നിരക്കിപ്പോ. പണ്ടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ വഫാത്താകുന്ന സമയത്ത് വിരലിലെണ്ണാവുന്ന ഒരു 10 ഇത്രത്തോളം താടിമുടി രോമങ്ങളെ നരിച്ചിട്ടുള്ളൂ. 63 വയസ്സിൽ വഫാത്താകുമ്പോൾ വിരലിലെണ്ണാവുന്ന ഒരു 10, അത്ര തന്നെ വിരലിലെണ്ണാവുന്ന കുറച്ച് താടികളെ നിരബാധിച്ചിട്ടുള്ളൂ. ഇന്നോ എൻ്റെ താടി മുഴുവൻ നരിച്ചു, ഒന്നും ബാക്കിയില്ല. അതേപോലെ 30 വയസ്സുള്ള കുട്ടികളൊക്കെ ഇഷ്ടംപോലെ താടിമുടിയൊക്കെ നിരക്കാറുണ്ട്. മാമിൻ മുസ്ലിമിൻ യസീബു ശൈബതൻ ഫിൽ ഇസ്ലാം. മുസ്ലിമായിട്ട് ഒരാളുടെ താടിമുടിയൊക്കെ നിരബാധിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 60 വയസ്സാകുമ്പോൾ ഒരു മുസ്ലിമായിട്ട് നിങ്ങൾ 60 വയസ്സായാൽ, വയസ്സൻ എന്ന് പറയുന്നത് 60 കഴിഞ്ഞ ആളുകളെയാണ്. 60 വയസ്സ് മുസ്ലിമായിട്ട് 60 വയസ്സായാൽ ഇല്ലാ കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമഹ്. ലോകാവസാനം വരുമ്പോ നിങ്ങളുടെ മുഖത്തിന് വല്ലാത്ത പ്രകാശം ഉണ്ടാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 60 വയസ്സ് വരെ ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണത്. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ്. ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് നമ്മളിൽ ഏറ്റവും നല്ല ഭാഗ്യവാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുന്നത് ഇതൊക്കെ കറുപ്പിച്ചെടുക്കുന്നതിന് പകരം ശരീരത്തിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പള്ള ചാടാതെ നോക്കണം, വയറ് ചാടാതെ നോക്കണം. അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കറുപ്പിച്ചെടുക്കലല്ല. അതാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാല്. 60 ആയാലും 50 കഴിഞ്ഞാലും വയറ് ചാടാതെ പള്ള ചാടാതെ സൂക്ഷിക്കണം. അതാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ല താടി കറുപ്പിച്ചതൊന്നും കാര്യമില്ല. അങ്ങനെ ശ്രദ്ധിച്ചു നോക്ക് നിങ്ങൾ. കുറെ കാലം ജീവിക്കാൻ പറ്റും നമുക്ക്. ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കണം, കൃത്യമായ വ്യായാമം ഉണ്ടാവണം, വർക്കൗട്ട് ചെയ്യണം. ഒരു 30 വയസ്സ് കഴിഞ്ഞാല് ഓരോ ചെറുപ്പക്കാരന്റെയും ഒരു വർഷത്തിൽ 1% മസിൽസ് കുറയുന്ന, നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മസിലുകളുണ്ട്. ആ മസിലുകളൊക്കെ ഒരു വർഷത്തിൽ 1% മസിലുകൾ കുറയുന്ന 30 വയസ്സ് കഴിഞ്ഞാൽ. ഇപ്പൊ 40 വയസ്സാകുമ്പോൾ 10% മസിൽസ് പവറൊക്കെ കുറഞ്ഞു, ആരോഗ്യമൊക്കെ കുറഞ്ഞു. 30 വയസ്സിന് ശേഷം നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തുടങ്ങണം. അങ്ങനെയാണ് ജിമ്മും കളിയും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. 30 വയസ്സിന് ശേഷം നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങും. 30 വയസ്സ് വരെയാണ് നമുക്ക് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പ്രായം. ഇപ്പൊ കളിക്കാരെ കാണുന്നില്ലേ, വെറ്ററൻസ് എന്നാ പറയാ. 30 വയസ്സൊക്കെ കഴിഞ്ഞാല് അതുവരെയുള്ള ആളുകളാണ് യൂത്ത്, യുവാക്കളെന്ന് പറയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, 40 കഴിഞ്ഞവരായാലും 50 കഴിഞ്ഞവരായാലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾ നിലനിർത്തണം. മസിലുകളൊന്നും കുറയരുത്. അങ്ങനെ കുറയുമ്പോഴാണ് പിന്നെ 60 വയസ്സാകുമ്പോൾ എണീക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, സ്കരിക്കുമ്പോൾ കസേരയിലിരിക്കണം, നടക്കണമെങ്കിൽ വടി വേണം, ഇങ്ങനെയൊക്കെ വലിയ പ്രയാസം വരുന്നതൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഹോഴ്സ് റൈഡിംഗ് ഉണ്ടായിരുന്നു, കുതിരസവാരി. കുതിരസവാരി 10 മിനിറ്റ് ചെയ്യുന്നത് നിങ്ങൾ 1.5 മണിക്കൂർ ഫുട്ബോൾ കളിക്കുന്നതിനേക്കാളും ശരീരത്തിന് ഭയങ്കര എഫക്ട് ചെയ്യുന്ന ഒരു അഭ്യാസമാണ്. 1.5 മണിക്കൂർ ഫുട്ബോൾ കളിക്കുന്നതും 10 മിനിറ്റ് കുതിരസവാരി ചെയ്യുന്നതും ആ 1.5 മണിക്കൂറിനേക്കാൾ എഫക്റ്റ് ഉണ്ട് 10 മിനിറ്റ് കുതിരസവാരി നടത്തുന്നത്. അതിനു പുറമെ അവർക്ക് യുദ്ധങ്ങളും യാത്രകളും നടത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളോ, വീടിന്റെ മുറ്റത്തേക്ക് സ്കൂൾ ബസ് വരുന്നു, തിരിച്ചതേപോലെ ഇറക്കുന്നു. പള്ളിയുടെ മുറ്റത്തേക്ക് വണ്ടി വരുന്നു, തിരിച്ചതേപോലെ പോകുന്നു. യാത്രകളില്ല, നടത്തങ്ങളില്ല, വ്യായാമങ്ങളില്ല. എന്ന ഫുഡാണെങ്കിൽ ദിവസവും കല്യാണങ്ങളും വിരുന്നുകളും സൽക്കാരങ്ങളും ദിവസം തന്നെ അല്ലെ. എത്ര ദിവസമായി സത്യം പറഞ്ഞാല് ദിവസവും മട്ടൻ ബിരിയാണി കഴിക്കുന്നു. എല്ലാ ദിവസവും കല്യാണം, മരണ വീട്ടിലുള്ള ആണ്ടുകള്, 40കള്, ദിക്റുകള്, വിരുന്നുകള്, ഇങ്ങനെയൊക്കെ ദിവസവും ബിരിയാണി ഉണ്ടാകുമ്പോ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകണം. ഇന്ന് മട്ടൻ ബിരിയാണി കഴിച്ചാ നാളെ നിങ്ങൾ കഴിക്കരുത്. ഇന്നലെ കഴിച്ചില്ലേ, നാളെ നിങ്ങൾ ചിക്കൻ കഴിക്കണം.
നാളെ ചിക്കൻ കഴിച്ചാൽ മറ്റന്നാൾ അത് ഫിഷ് ആവണം. അങ്ങനെ ഓരോ ദിവസം നമ്മുടെ ഭക്ഷണത്തിന്റെ മെനു നമ്മൾ ക്രമീകരിക്കണം. എല്ലാ ദിവസവും മട്ടൻ കഴിച്ചാൽ രോഗിയാവും, എല്ലാ ദിവസവും ചിക്കൻ കഴിച്ചാൽ രോഗിയാകും. എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരെ ഏത് ഭക്ഷണവും നമ്മൾ ഒന്ന് തന്നെ തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിൽ അമിതമാകും. സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, ഒരാഴ്ച തുടർച്ചയായിട്ട് ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന്, എല്ലാത്തിനും ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. അതൊക്കെ തള്ള. എത്രയോ ആളുകൾ ഫാം നടത്തുന്നുണ്ട്, നമ്മളെ പരിചയമുള്ള കുറെ ആളുകൾ ഫാം നടത്തുന്നുണ്ട്. അവരൊന്നും ഇഞ്ചക്ഷൻ വെക്കുന്നതായിട്ട് നമുക്ക് അറിവില്ല. ഈ ലോകത്ത് കണ്ടമാനം ലോകത്തുള്ള കോടാനകോടി കോഴികൾക്ക് ഇഞ്ചക്ഷൻ വെച്ച് ഇങ്ങോട്ട് വരില്ല. ഏതെങ്കിലും ഫ്രോസൺ ചിക്കൻ ചിലപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ തള്ളം അങ്ങോട്ട് വിശ്വസിക്കരുത്. ഈ അടുത്തിട്ട് നമ്മുടെ തണ്ണിമത്തൻ ബത്തക്ക, അതിനൊക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് കളർ നൽകുന്നത് എന്ന് കുറെ ആളുകൾ വ്ലോഗ് ചെയ്തു. പച്ചയായി ബത്തക്കയുടെ ഫാമിൽ പോയിട്ട് കാണിച്ചൊന്നു ഒരൊറ്റ ഒന്ന് ഇവിടെ പിടിക്കുന്ന ഈ ബത്തക്കയ്ക്കൊക്കെ ഈ ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ എത്ര പൈസ വേണം? ചൈനീസ് മുട്ട എന്നൊക്കെ പറയും, മുട്ടക്കാകെ 5 രൂപയുള്ളൂ. ഈ മുട്ട കൃത്യമായിട്ട് ഉണ്ടാക്കാൻ എത്ര പൈസ വേണം? വെറുതെ സോഷ്യൽ മീഡിയയിൽ ആരും ഒരു അടിസ്ഥാനമില്ലാതെ പറയുന്ന വ്ലോഗുകൾ കണ്ട് പ്രിയപ്പെട്ട ആരും വിശ്വസിക്കരുത്. പലതും തള്ളാൻ, പലതും റീച്ച് കിട്ടാനുള്ള, വൈറലാവാനുള്ള, അവർക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് പല ആളുകളും സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാതെ വേറൊരു ഉപകാരം നിങ്ങളത് കൊണ്ട് ഏറ്റവും തറ വീഡിയോ ഇട്ടാൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവും. പാവാട പൊന്തിക്കുന്ന വീഡിയോ ഒരു പെൺകുട്ടി ഇട്ടാൽ 1 മില്യണിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് കുതിക്കും. അങ്ങനെ തന്നെയാണ്. ഒരു പാവാട പൊന്തിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് 1 മില്യൺ, 2 മില്യൺ, 5 മില്യണിലേക്ക് അടിച്ചു കയറും. അതാണ് ഏറ്റവും തറ വീഡിയോകളാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുക. ഈ ഉസ്താദ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്താ ഉസ്താദ് ചെയ്തത്? ഉസ്താദ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ കൊടുക്കുക. ഈ ദിക്ർ ചൊല്ലിയ 4 മാസം കൊണ്ട് വീടുണ്ടാവും. അങ്ങനെ കാണുമ്പോൾ എല്ലാവരും നോക്കി, എന്താ 4 മാസം കൊണ്ട് വീടുണ്ടാവാനുള്ള ദിക്ർ ഏതാണ്? ഒരു ചുക്കും ഉണ്ടാവില്ല ഇതിനുള്ളിൽ. ഈ രീതിയിൽ ആളുകളെ പറ്റിക്കാൻ, അവർക്കൊരു ഇൻകം സോഴ്സിന് വേണ്ടി തോന്നിവാസങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ എത്ര പച്ചയായ കള്ളങ്ങൾ പഠിച്ചുവിടുന്നുണ്ട്. ഞാൻ തന്നെ, എനിക്കെതിരെ തന്നെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് തങ്ങൾക്കെതിരെ ഒരേ സമയം കുറച്ച് മുമ്പ് പറയും സാദിഖലി തങ്ങൾക്കെതിരെയാണ്, അതേ ടീം കുറച്ച് കഴിഞ്ഞാൽ പറയും ജിഫ്രി തങ്ങൾക്കെതിരെയാണ്. ഇവർക്കൊന്ന് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവർക്ക് എന്തിനാണ് ഈ ആരാന്റെ ഫിത്നയും ഗീബത്തും നമീമത്തും ഭിന്നിപ്പൊക്കെ ആയിട്ട് എന്തിനായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, യൂട്യൂബുകൾ ഉപയോഗിക്കുന്നത്? എന്ത് വരുമാനം കൊണ്ട് എങ്ങനെ ഈ മക്കളെ തീറ്റിക്കും? കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമ് തീറ്റിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആളുകളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് വിഷയവുമായൊരു പുലബന്ധം പോലും ഇല്ലാത്ത വീഡിയോകൾ ഉണ്ടാക്കി സമൂഹത്തെ പരസ്പരം തമ്മിൽ തല്ലിച്ചും പറ്റിച്ചും യൂട്യൂബ് കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഓരോ യൂട്യൂബേഴ്സും അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഹറാമ് തിന്നാൽ ഒരു കാരണവശാലും സ്വർഗത്തിന്റെ 7 ഏലത്തെത്തൂല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ. എന്ന് വെച്ചാൽ 60 കഴിഞ്ഞിട്ട് 60 വയസ്സ് വരെ ഒരാൾക്ക് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ വലിയ ഭാഗ്യമാണ്. 60 വയസ്സിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് തൗബ ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ലാ തഖൂമുസ്സാഅ ഹത്താ യൽഹറ മൗതുൽ ഫജ്അ. ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകാതെ ലോകാവസാനം സംഭവിക്കൂല. മരണത്തിന്റെ സൂചന ചില ആളുകൾ കിട്ടൂല, അങ്ങോട്ട് മരിച്ചു പോകും. പ്രായമായിട്ടില്ല, 50ഉം 60 ഒക്കെ ആയിട്ടുള്ളൂ, രോഗത്തിന്റെ ഒരു ലക്ഷണം പോലില്ല, ഇരുന്ന ഇരിപ്പിൽ കുഴഞ്ഞു വീണു. വേല കേൾക്കുമ്പോ വേല പറയുന്നവനും വീണു, വേല കേൾക്കുന്നവനും വീണു. കല്യാണത്തിന് പോയി പാട്ട് പാടുമ്പോ പാട്ട് പാടുന്നതിനിടയിൽ വീണു. പള്ളിക്ക് പോകാൻ വേണ്ടി കസേരയിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോ അവിടെ നിന്ന് കുഴഞ്ഞു. ഇങ്ങനെ എത്രയാണ് പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇതിനെ എണ്ണുന്നത്. അങ്ങനെ മരണപ്പെട്ടാൽ തൗബ ചെയ്യാൻ അവർക്ക് അവസരം ഉണ്ടാവില്ല, തൗബ ചെയ്യാൻ കഴിയില്ല അങ്ങനെ മരണപ്പെട്ടാൽ. അപ്പൊ കുറച്ചു കാലം രോഗിയായി ഇതെന്റെ മരണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മരിക്കലാണ് ഖൈർ.
60, 65, 70 കുറച്ചു കാലം രോഗിയാകുമ്പോ രോഗിക്ക് മനസ്സിലാക്കി എന്റെ അവസാനമാണ് ഞാൻ മരിക്കാനായി എന്ന്. അപ്പൊ അവര് തൗബ ചെയ്യും. അങ്ങനെ തൗബ ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും തൗബ ചെയ്ത് മരിക്കാൻ അയാൾ കഴിയും. 60 കഴിഞ്ഞ ആളുകളൊക്കെ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്താൽ അയാളുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ഒരു തെറ്റും ബാക്കി ഉണ്ടാവില്ല. 15 വയസ്സ് മുതൽ ഇന്ന് വരെ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞാൽ അള്ളാഹു തആല അയാൾക്ക് മാപ്പ് തരാൻ കാത്തിരിക്കാൻ തരൂലെന്നുള്ള ഡൗട്ടില്ല. നിങ്ങൾക്ക് അല്ലാഹ് പുറത്തരോ തരൂല എന്നുള്ള ചർച്ച പോലും ഇല്ല. ഇന്നല്ലാഹ യബ്സുത്തു യദഹു ഫിൽ ലൈൽ. രാത്രിയായാൽ അള്ളാഹു കൈകൾ ഇങ്ങനെ നീട്ടിയിരിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യ്, നിങ്ങൾക്ക് തൗബ ചെയ്യാനുണ്ടെങ്കിൽ തൗബ ചെയ്തോളൂ, ഞാൻ തരാം, പുറത്തു തരാം. രാത്രി സമയത്ത് ലിയതൂബ മുസീഅൻ നഹാർ, പകലിലെ തെറ്റുകളൊക്കെ പുറത്തു തരാൻ രാത്രി അള്ളാഹു കാത്തിരിക്കുന്നു. രാത്രിയിലെ തെറ്റുകളൊക്കെ പുറത്തു തരാൻ പകലിൽ അള്ളാഹു കാത്തിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു തൗബ ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ അള്ളാഹു പൊരുത്തപ്പെട്ടു തരാത്ത പാപം മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള ഫിത്നയും ഫസാദും വെച്ച് നടക്കലാണ്, ഭിന്നിപ്പുണ്ടാക്കലാണ്. സമൂഹത്തിന്റെ ഐക്യത്തെ തകർക്കുന്നവർ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ, ഛിദ്രതയുണ്ടാക്കുന്നവർ, പള്ളിയോ നാട്ടിലോ പള്ളി കമ്മിറ്റിയിലൊക്കെ ഫിത്നയും ഫസാദുമായി നടക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാട്ടിൽ വെച്ചും മോശമാക്കുമെന്ന് മാത്രമല്ല അപകീർത്തിപ്പെടുത്തും മാത്രമെന്നല്ല, അയാളുടെ സ്വന്തം വീടിന്റെ അകത്തളങ്ങളിൽ പോലും അയാൾക്ക് മുഖം വെളിവാക്കി നടക്കാൻ പറ്റാത്ത ദയനീയമായ ഒരു സാഹചര്യം ഇത്തരം ഫിത്നക്കാർക്ക് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പുറത്ത് സമൂഹത്തിലേക്ക് ഭിന്നിപ്പായി നടക്കുന്ന ഫിത്ന പറയുന്ന സ്വാലിഹീങ്ങളായ കുറച്ച് ആളുകളുണ്ട്. അവരെ സ്വാലിഹീങ്ങളായ ഫിത്നക്കാരെന്ന് പറയല്. അവര് പള്ളിയിൽ ആദ്യം ഉണ്ടാവും, എല്ലാ വക്തിലും നിസ്കരിക്കാൻ അവര് പള്ളിയിൽ വരും, താടിയും തൊപ്പിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ പണി എന്താ? നിസ്കാരം കഴിഞ്ഞാ ഫിത്നയാണ്, കല്യാണ വീട്ടിൽ പോയാ ഫിത്നയാണ്. ആർക്കെതിരെ? കമ്മിറ്റിക്കാർക്കെതിരെ, ഉസ്താദുമാർക്കെതിരെ, ഇവിടെ പള്ളിയിൽ വരുന്ന നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്കെതിരെ, ചെറുപ്പക്കാർക്കെതിരെ. കാണുമ്പോ നല്ല തഖ്വ, നല്ല താടി തൊപ്പിയും വെച്ച് നല്ല വെള്ള വസ്ത്രം വെച്ച് 5 നേരം പള്ളിയിലേക്ക് വരും. ഇത്തരം ആളുകളെ അല്ലാഹു തആല അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും മുഖം തുറന്ന് നടക്കാൻ വിടൂല. സ്വന്തം വീട്ടിൽ വരെ അവർ അപമാനിച്ചു കളയും അല്ലാഹു. സ്വന്തം ഭാര്യയുടെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു അവരെ അവഹേളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നാളെ പ്രയാസപ്പെടുന്നത് നമ്മുടെ നാവ് കൊണ്ടുണ്ടാക്കുന്ന തെറ്റുകളാണ്. 60 കഴിഞ്ഞ ആളുകളൊക്കെ സ്വർഗത്തിൽ പോകേണ്ടവരാ. 60 കഴിഞ്ഞാ പിന്നെ നരകത്തിൽ പോകാൻ പാടില്ല, അവരൊക്കെ സ്വർഗത്തിൽ പോകേണ്ടവരാണ്. 60 കഴിഞ്ഞിട്ടും ഒരാൾ നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് അവരുടെ നാവ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന മിൻ ജിലാലില്ലാഹ് ഇക്റാമദിശ്ശൈബത്തിൽ മുസ്ലിം, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണ് മുസ്ലിമീങ്ങളായ, നിങ്ങളുടെ നാട്ടുകാരായ, അയൽക്കാരായ, കുടുംബക്കാരായ, തലമുതിർന്ന പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ന മിൻ ജിലാലില്ലാഹ്, ഗീവ് റെസ്പെക്ട് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണ് ഇക്റാമദിശ്ശൈബത്തിൽ മുസ്ലിം. നമ്മുടെ നാട്ടിലുള്ള തലമുതിർന്ന താടിയും മുടിയൊക്കെ നരബാധിച്ച ആളുകളെ ബഹുമാനിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് സമാനമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, എങ്ങനെ അവരെ നമ്മൾ ബഹുമാനിക്കാതിരിക്കും? അവരാണ് നമ്മുടെ വീടിന്റെ ബറക്കത്ത്. ഓ ബറക്കത്തുൽ ബുയൂത്ത്, നമ്മുടെ ഈ സൊസൈറ്റിയുടെ പില്ലർ അവരാണ്. ഫഹും ഇമാദുൽ മുജ്തമ, ഈ സൊസൈറ്റിയുടെ, ഈ സമൂഹത്തിന്റെ പില്ലറുകളാണ് അവർ, നെടുന്തൂണുകളാണവർ. വബറകത്തുൽ ബുയൂത്ത്, ഓരോ വീടിന്റെയും ബറക്കത്ത് ആ വീട്ടിലുള്ള വയസ്സായ ഉമ്മയും ആ വീട്ടിലെ രോഗിയായി ബെഡ്രിഡനായി കിടക്കുന്ന പിതാവുമാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അൽ ബറകത്തു മഅ അകാബിരിഹിം, ഓരോ വീടിന്റെയും ബറക്കത്ത് എന്ന് പറയുന്നത് അവിടെയുള്ള ഏറ്റവും പ്രായമുള്ള ആളുകളിലാണ് ഉണ്ടാവുക. ഒരു നാട്ടിലെ ബറക്കത്ത് എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള മുതിർന്ന തലനരച്ച കാരണവന്മാരിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് അവരെ അവഗണിക്കാൻ കഴിയുക? അവരില്ലാതെ നമ്മൾക്ക് ഭക്ഷണമില്ല, അവരില്ലാതെ നമ്മൾക്ക് ജോലിയില്ല. ഓർമ്മയുണ്ടല്ലോ, ഹബീബായ നബി തങ്ങളുടെ സമീപത്തേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, ഞാൻ എപ്പോഴും ജോലിക്ക് പോവാണ്, എന്റെ സഹോദരനാണെങ്കിൽ ഒരു പണി കൊടുക്കാതെ നിങ്ങളെ സദസ്സിൽ വന്ന് ക്ലാസ്സിൽ വന്ന് ഇൽമ പഠിക്കാം, ഞാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി കുടുംബത്തെ പോയിട്ടുണ്ട്, ഓനൊരു പണിയെടുക്കുന്നില്ല.
അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആ സഹോദരനോട് പറയുന്നത്, ലഅല്ലക തുർസഖു ബിഹി, അല്ലാഹു നിനക്ക് ജോലി തരുന്നത്, അല്ലാഹു നിനക്ക് റിസ്ക് തരുന്നത് ആ ഇൽമ പഠിക്കുന്ന ആ നിന്റെ അനുജൻ കാരണത്താലാണ്. അതുകൊണ്ട് അനുജനെ കുറ്റപ്പെടുത്തണ്ട. അല്ലാഹു നിനക്ക് റിസ്ക് തരാൻ കാരണം ആ നിന്റെ അനുജൻ ഇൽമ പഠിക്കുന്നു എന്ന കാരണത്താലാണ്. ഗൾഫിൽ പോയി ജോലി കിട്ടുന്നത് വീട്ടിലുള്ള പിതാവിന്റെ വയസ്സായ ഉമ്മ കാരണത്താലാണ്. ആ ബോധം നമ്മൾക്ക് ഉണ്ടാവണം. നാട്ടിലായാലും ഗൾഫിലായാലും നമ്മൾക്ക് ജോലി ലഭിക്കുന്നതും വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരായ ഉപ്പമാരും ഉമ്മമാരും കാരണത്താലാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ റിസ്ക് അല്ലാഹു തടയാതിരിക്കണമെങ്കിൽ ഈ മാതാവിനെ ഞാൻ പരിപാലിക്കണം എന്ന ബോധം ഉണ്ടാവുക. എന്റെ ജോലി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ ഉമ്മാനെ ബഹുമാനിക്കണം. എന്റെ ബിസിനസ് സക്സസ് ആവണമെങ്കിൽ എന്റെ മാതാവിനെ പിതാവിനെ ബഹുമാനിക്കണം. യൂസുഫ് അലിയെ പോലെയുള്ള മുതിർന്ന വലിയ വലിയ മുതലാളിമാരൊക്കെ പലപ്പോഴും അവരുടെ ഉമ്മയെക്കുറിച്ച് അനുസ്മരിക്കാറുണ്ട്, അവരുടെ പിതാവിനെ കുറിച്ച് അനുസ്മരിക്കാറുണ്ട്. ഒരുപാട് മുതലാളിമാരെ എനിക്കറിയാം. ഉമ്മയുടെ പേരിൽ പള്ളി കെട്ടിച്ചു കൊടുക്കുന്നവർ, ഉമ്മയുടെ പേരിൽ സ്ഥാപനങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്നവർ. എന്താ കാരണം? ഉമ്മയോടുള്ള സ്നേഹമാണ്, ഉപ്പയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്താൽ അവർ ചെയ്യുന്നത് മൂലം അല്ലാഹു അവർക്ക് വീണ്ടും വീണ്ടും ബർക്കത്ത് ചെയ്യുന്നു. വലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എങ്ങനെ ശുക്ർ ചെയ്യാ? നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എങ്ങനെയാണ് ശുക്ർ ചെയ്യുന്നത്? അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഉമ്മമാര് നമ്മളെ ഗർഭം ചുമക്കുന്നത്. വഫിസാലുഹു ഫീ ആമൈൻ, ഉമ്മമാര് മുലപ്പാല് നൽകുന്നുണ്ട് 2 വർഷക്കാലം. ഗർഭം ചുമക്കുന്നതിനേക്കാളും പ്രയാസം മുലപ്പാല് നൽകലാണ്. പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി, ഗർഭം ചുമക്കുന്നതിനേക്കാളും പ്രസവിക്കുന്നതിനേക്കാളൊക്കെ പ്രയാസം പാല് നൽകലാണ്, ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്. ഈ അടുത്ത് ഒരു കളിക്കാരി സാനിയ മിർസ പറയണ്ടായി, ഇനിയും ഞാൻ ഗർഭം ചുമക്കാൻ തയ്യാറാണ്, പക്ഷേ പാൽ കൊടുക്കാൻ കഴിയില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഗർഭം ഞാൻ ഇനി ചുമന്നോളാം, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതൊക്കെ വലിയ പ്രയാസമായിട്ട് തോന്നും. അതിനേക്കാളും പ്രയാസം 2 വർഷത്തെ മുലപ്പാല് നൽകുന്നതിനുണ്ട്. ഈ മുലപ്പാലൊന്നും നൽകാതെ ജോലിക്ക് പോകുന്ന ഉമ്മമാരുണ്ട്. എല്ലാം ഗ്രാൻഡ് ഫാദറിന്റെ വല്യപ്പയുടെ വല്യമ്മയുടെ അടുത്താക്കിയിട്ട് ജോലിക്ക് പോകുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് പുതിയ കാലത്ത്. ഒന്നും സമയമില്ലെങ്കിൽ മക്കൾ ഉണ്ടാക്കണ്ട, സമയം ഉണ്ടാകും, ബാക്കിയാൽ മതി. UK പോവാൻ, കാനഡയിൽ പോവാൻ, സ്വിറ്റ്സർലാൻഡിൽ പോവാൻ, അവിടെ ജോലിയാ. ആ ജോലിയുടെ ഇടയിൽ വന്നൊന്ന് പ്രസവിക്കുന്നു, പ്രസവിച്ചിട്ട് ഒരാഴ്ചയൊക്കെ മക്കളുടെ കൂടെ ചെലവഴിക്കുന്നു, പിന്നെ മാറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവാൻ. കുട്ടി ആരുടെ കൂടെയാണ്? കുട്ടി മെയ്ഡിന്റെ കൂടെയാണ്, കുട്ടി ഗ്രാൻഡ് പേയുടെയും ഗ്രാൻഡ് മെയ്ഡേയും കൂടെയാണ്. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ട് മക്കൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയാൽ പോരെ. ജോലിയൊക്കെ ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം മക്കൾ ഉണ്ടാക്കിയാൽ പോരെ. ഈ കുട്ടികളെ നമ്മൾ ഗ്രാൻഡ് പേയുടെ അടുത്താക്കാൻ പാടുണ്ടോ? നമ്മൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ മക്കൾ ഉണ്ടാക്കരുത്. പുതിയ തലമുറ അനുഭവിക്കാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. എല്ലാവർക്കും ജോലി വേണം. ഇന്നത്തെ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ജോലി വേണം. കല്യാണം കഴിക്കാൻ പറയുമ്പോൾ എന്താ പറയാ? ഞാൻ പഠിച്ചു കഴിയട്ടെ, 30 വയസ്സ് വരെ പഠനം തന്നെ. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ എനിക്ക് ജോലി വേണം, ഞാൻ സെറ്റിൽഡ് ആയതിനു ശേഷം കല്യാണം കഴിക്കാം. 35 വയസ്സ് ജോലിക്കായാലും പിന്നെ നല്ല ഹൈ സ്കെയിൽ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി ഗർഭിണിയൊക്കെ ആയാലും പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ചർച്ച, എന്താ ചെയ്യാ? ഏതായാലും പ്രസവിച്ചതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാം? മെയ്ഡിന്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ നഴ്സറികളിലോ മക്കളെ ഏൽപ്പിക്കാം, പിന്നെ ഗ്രാൻഡ് ഫാദർ അവിടെ നാട്ടിലാക്കാം, എന്നിട്ട് നമ്മൾ ജോലിക്ക് പോവാം. കാരണം എന്താ? ജോലി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ജോലി തന്നെ നഷ്ടപ്പെടും. 2 വർഷം പാൽ കൊടുക്കാൻ നിന്നാൽ ജോലി നഷ്ടപ്പെടും. അപ്പോൾ മക്കളെക്കാളും വലുത് ശമ്പളമാണ്, സാലറിയാണ് എന്ന ഒരു തെറ്റായ ധാരണയിലേക്ക് നമ്മുടെ പാരൻസ് എത്തി. സ്വാഭാവികമായിട്ട് ഈ മക്കളൊക്കെ തിരിച്ച് അവരെ റെസ്പെക്ട് ചെയ്യുമെന്ന് ആരും വിചാരിക്കുകയും ചെയ്യരുത്. കാലം ഒന്നിനും തിരിച്ചടി നൽകാതെ കടന്നുപോയിട്ടില്ല എന്ന് ലോകത്തിന്റെ ഹിസ്റ്ററി, ചരിത്രത്തിന്റെ താളുകൾ മറിച്ചു നോക്കിയ നമ്മൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു പറയാൻ, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. അനിഷ്കുർ ലീ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നത് പോലെ മാതാവിനും പിതാവിനും നന്ദി ചെയ്യണം. അള്ളാഹുവിന്റെ നന്ദി സ്വീകാര്യമാവണമെങ്കിൽ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യുന്നവരായി നമ്മൾ മാറണം. അല്ലാതെ പഠിച്ചോ നിങ്ങളുടെ നന്ദി വേണ്ട.
മാതാപിതാക്കളോട് നന്ദി കാണിക്കാത്തവന്റെ നന്ദി പടച്ചോന് വേണ്ട. അനിഷ്കുർലി വലിവാലിദയ്യ, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. ഇത് നന്ദിയുടെ കാര്യം. ഇബാദത്തിന്റെ കാര്യം അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്: അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങൾ എന്നെ ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. എന്നെ നിങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ എന്നെ ആരാധിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, എന്നെ ആരാധിക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം, മുതിർന്നവരോട് നന്മ ചെയ്യണം. ഇതൊക്കെ അല്ലാഹ് കൂട്ടിച്ചേർത്ത് പറയാണ്. അഥവാ മാതാപിതാക്കളെ തീരെ ബഹുമാനിക്കാതെ പള്ളിയുടെ മെഹ്റാബിൽ കടന്നിട്ട് നെറ്റിത്തമ്പുണ്ടാക്കിയാൽ ആ നെറ്റിത്തടമ്പ് കോരിയിട്ട് നമ്മുടെ നെറ്റിയിൽ നിന്ന് ചർമ്മം മുറിച്ചെടുത്ത് കളയാന്നല്ലാതെ അതുകൊണ്ട് ആഖിറത്തിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്തവൻ. അള്ളാഹുവിന് കുറെ നന്ദി, പള്ളിക്കൊക്കെ കുറെ സ്വത കൊടുക്കാൻ നന്ദി, കിട്ടിയ പൈസക്കൊക്കെ നന്ദി, എന്നാൽ മാതാപിതാക്കൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഈ നന്ദിയൊക്കെ വൃഥാവിലാണ്, വേസ്റ്റാണ് എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അവ പ്രിയപ്പെട്ടവരെ, അൽ ബറകത്തു മഅ അകാബിരിഹിം, മാതാപിതാക്കളുടെ കൂടെ വൃദ്ധരായ ആളുകളുടെ കൂടെയാണ് ബറക്കത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങള് മിമ്പറിൽ കയറുമ്പോൾ ഒരു ദുആ നമ്മൾക്കൊക്കെ പരിചയമുണ്ട്. എന്താ ദുആ? 60 വയസ്സ് കഴിഞ്ഞ ഉമ്മ, 60 വയസ്സ് കഴിഞ്ഞ പിതാവ് ഒരാൾക്കുണ്ട്. നമ്മൾക്ക് 60 വയസ്സ് കഴിഞ്ഞ മാതാവും 60 വയസ്സ് കഴിഞ്ഞ പിതാവും നമ്മൾക്കുണ്ട്. എന്നിട്ടും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണണ്ട എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 60 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളുള്ള ഏതെങ്കിലും ഒരു കുട്ടി, ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും ഒരാളുടെ മതി. ഉപ്പാക്ക് 60 കഴിഞ്ഞു, ഉമ്മാക്ക് 45 ആയിട്ടുള്ളൂ, എന്നാലും മതി. 60 കഴിഞ്ഞ ഒരാളുണ്ടെങ്കിൽ മതി, 2 ആൾ വേണമെന്നില്ല. എന്നിട്ടും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് സ്വപ്നം കാണണ്ട. സ്വർഗത്തിന്റെ 7 അയലത്ത് നിങ്ങൾ എത്തൂല. ആരാ ദുആ ചെയ്തത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആ ദുആ ചെയ്തത്. ആമീൻ പറഞ്ഞതാരാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആമീൻ പറഞ്ഞത്. ഉത്തരം കിട്ടാതിരിക്കുമോ? ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആമീൻ പറയാണ്. ഇതിന് ഉത്തരം കിട്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഥവാ 60 വയസ്സ് കഴിഞ്ഞ പിതാവോ മാതാവോ ഉണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം. എങ്ങനെയാ പാപങ്ങൾ പൊറുക്കപ്പെടാ? തൗബ ചെയ്യണ്ട, ദുആ ചെയ്യണ്ട, മക്കൾക്ക് ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനൊന്നും മക്കത്ത് പോണ്ട. ആ മാതാവിനെയും പിതാവിനെയും തൃപ്തിപ്പെടുത്തലോടുകൂടെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒരു തൗബയുടെ ആവശ്യം പോലും ഇല്ല. 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധരായ വാപ്പ ഉമ്മ, അവർക്ക് ഖിദ്മത്ത് ചെയ്തു അവരെ തൃപ്തിപ്പെടുത്തിയാൽ തന്നെ നിങ്ങളുടെ സർവ്വ പാപങ്ങളെല്ലാം പുറത്തു വരും. ഈസി വേ, സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്. അവരെ നിങ്ങൾ തീരെ പരിഗണിക്കാതെ, അവരെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യാതെ പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ രാത്രി സുബഹി വരെ പള്ളിയിൽ ഹയാത്താക്കിയത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അല്ലാഹു പറയുന്നത്, നബി തങ്ങൾ പറയുന്നത്, അല്ലാഹു സ്വർഗത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തട്ടെ, സ്വർഗത്തിൽ നിന്ന് അല്ലാഹു അകറ്റി നിർത്തട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗം നമ്മുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം അല്ലാഹു ജോലിയും റിസ്ഖും ആരോഗ്യവും എല്ലാം തരുന്നത് മുതിർന്നവരായ വയസ്സന്മാരായ ആളുകൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. ബറകത്തുനാ ഫീ ഹിക്മതിഹിം, അവരുടെ എക്സ്പീരിയൻസ് വളരെ വലുതാണ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കണം. വബറകത്തുനാ ഫീ ദഅവാതിഹിം, അവരുടെ പ്രാർത്ഥന നമ്മൾക്ക് വേണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുആഉൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഉത്തരം കിട്ടാൻ കാരണമുള്ള ദുആ ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 60 വയസ്സൊക്കെ കഴിഞ്ഞ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അവരുടെ ദുആഇന് ഉത്തരമുണ്ടാകും. അല്ലാഹു ആ ദുആഇനെ തള്ളിക്കളയൂല. അതുകൊണ്ട് ബറകത്തുനാ ഫീ ദഅവാതിഹിം, അവരുടെ ദുആ കൊണ്ടല്ലാതെ നമ്മുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവൂല, നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവൂല, നമ്മുടെ ഇൽമിൽ ബറക്കത്തുണ്ടാവൂല. അവർക്ക് നന്നായി നമ്മൾ നൽകണം, അവരോട് നമ്മൾ വാത്സല്യം കാണിക്കണം, അവരുമായി നമ്മൾ അഭിപ്രായം ചോദിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോയാലാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാവുക. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ,
ആരാണോ നന്മ ചെയ്യുന്നത് അവർക്ക് അല്ലാഹു തിരിച്ചു നന്മയാ നൽകുന്നത്. കമാ തദീനു തുദാൻ, എന്താണോ നീ കൊടുത്തത് അതാണ് നിനക്ക് തിരിച്ചു കിട്ടുക. അസിസോ സൊയുറീം, നീ എന്താണോ വിത്തിട്ടത് അതേ നീ നാളെ ഫലം കൊയ്യുള്ളൂ. നീ വിത്തിട്ടതേ അവിടെ കൃഷിപ്പാടങ്ങളിൽ, നമ്മുടെ കണ്ടങ്ങളിൽ, നമ്മുടെ തോട്ടങ്ങളിൽ നമ്മളിട്ട കൃഷിയുടെ വിത്ത് ഏതാണ്, ആ വിത്തിനുള്ള ഫലങ്ങളെ ഉണ്ടാവുള്ളൂ. നമ്മളവിടെ കവുങ്ങ് നട്ടാൽ ആ കവുങ്ങിൽ ഒരിക്കലും തേങ്ങ ഉണ്ടാവൂല. അവിടെ നമ്മൾ നെൽകൃഷി നടത്തിയാൽ നെൽകൃഷിയിൽ നിന്ന് ഗോതമ്പുണ്ടാവൂല. അതാ പറഞ്ഞത് ആസിസോ സൊയുറി, എന്താണോ നിങ്ങൾ വിത്തിടുന്നത് അതാണ് നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ കഴിയുക. അഥവാ നിങ്ങൾ റെസ്പെക്ട് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ച് റെസ്പെക്ട് തരും. നിങ്ങൾ നന്മ ചെയ്താൽ അള്ളാഹു തിരിച്ചു നന്മ തരും. നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ അപമാനിക്കുകയോ പുച്ഛിക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്താൽ ഒരിക്കലും നമ്മൾ അള്ളാഹുവിൽ നിന്ന് തിരിച്ചൊരു നന്മ പ്രതീക്ഷിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, എല്ലാ നന്മയുടെയും പ്രതിഫലം തിരിച്ചു നന്മയാണ്, തിന്മയുടെ പ്രതിഫലം തിരിച്ചും തിന്മയാണ്. അതുകൊണ്ട് കമാ തദീനു തുദാൻ, എന്താണോ നീ ചെയ്യുന്നത് അത് അല്ലാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ, മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഓരോ ചെറുപ്പക്കാരികളൊക്കെ മുതിർന്നവരായ കാരണവന്മാരായ ആളുകളെ പുച്ഛത്തോടെ അവഹേളനയോടെ അവരെ നിന്ദ്യരായി കാണുന്ന എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് ഞാൻ പറയാണ്, ലൈസ മിന്നാ വല്ലം യുവഖിർ കബീറനാ, മുതിർന്നവനെ ബഹുമാനിക്കാത്തവൻ മുസ്ലിമേ അല്ല. നിങ്ങൾക്ക് പുച്ഛം തോന്നുന്നുണ്ടോ? പള്ളിയിൽ വന്നിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോ ഏതെങ്കിലും കാരണവന്മാർ എന്തടാ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് അവരോട് പുച്ഛം തോന്നുന്നുണ്ടോ? അവരെ നിങ്ങൾ അപമര്യാദയായി പെരുമാറുന്നുണ്ടോ? യു ആർ നോട്ട് എ മുസ്ലിം, എന്നിൽ വിട്ടവനല്ല, നീ മുസ്ലിം അല്ല. ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ, നാട്ടിലെ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാത്തവൻ ഈസ് നോട്ട് എ മുസ്ലിം. വലിയ മുതിർന്ന ആളുകളൊക്കെ കാണുമ്പോ കാലൊക്കെ കയറ്റി ഇങ്ങനെ ഇരിക്കുക, പള്ളിയിൽ അവിടെ ഇരിക്കുകയാണ്, വരാന്തയിൽ ഇരിക്കുമ്പോ വയസ്സന്മാര് വന്നാ എണീച്ചു കൊടുക്കണം. വയസ്സന്മാര് വന്നാലൊന്ന് എണീറ്റ് കൊടുക്കണം. അവർ ചെരുപ്പൊക്കെ തേടുന്നു കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ചെരുപ്പൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുക. ഞങ്ങളെ ചെരുപ്പ് കമ്മിറ്റിക്കാർ അവർ തെറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കണ്ട, അതൊക്കെ പഠിച്ചു നോക്കിക്കോളൂ. മനുഷ്യന്മാരെ തെറ്റ് നിങ്ങൾ നോക്കണ്ട, ഒരു മനുഷ്യന്റെ തെറ്റും നിങ്ങൾ നോക്കണ്ട, അത് പഠിച്ചു നോക്കിക്കോളൂ. നമ്മളോട് മറ്റുള്ളവരുടെ തെറ്റു നോക്കി നടക്കാൻ പറഞ്ഞിട്ടില്ല. ആര് തെറ്റും നമ്മൾ തെറ്റ് നോക്കുക. ബാക്കിയുള്ളവർ തെറ്റുകാരായിക്കോട്ടെ, കുടിയന്മാരായിക്കോട്ടെ, വിചാരികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, അത് പഠിച്ചോൻ അവർ തമ്മിലുള്ള പ്രശ്നമല്ലേ, നമ്മളവർ തമ്മിലുള്ള പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് അവരുടെ യൗവനം ഇങ്ങനെ ആയിരുന്നു, അവർ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു, പണ്ടൊക്കെ വെള്ളം കുടിച്ച് നടന്ന ആളാ, ഇപ്പൊ വലിയ ആളായി, അങ്ങനെ ചിന്തിക്കരുത്. അത് അള്ളാഹ് പുറത്തു കൊടുക്കാൻ സെക്കൻഡ് മതി പഠിച്ചോന്. എത്ര വലിയ തെറ്റുകാരനും എത്ര വലിയ പാപിക്കും പുറത്തു കൊടുക്കാൻ അള്ളാഹുവിന് സെക്കൻഡുകൾ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ, നമ്മളിൽ മുതിർന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യാത്തവൻ മുസ്ലിമല്ല. ലൈസ മിന്ന എന്ന് പറഞ്ഞാൽ എന്താ? എന്നിൽ പെട്ടവനല്ല. അള്ളാന്റെ റസൂലാര മുസ്ലിമാണ്, എന്നിൽ പെട്ടവനല്ല, മുസ്ലിമല്ല. സ്കൂളിൽ പോയാൽ, കോളേജുകളിൽ പോയാൽ അവിടെയുള്ള അധ്യാപകന്മാർ, ടീച്ചർമാർ അവർ റെസ്പെക്ട് ചെയ്യാം. പഠിക്കുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് കയ്യിൽ നിന്ന് പേന താഴെ വീണ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്, കാലിന്റെ വിരൽ കൊണ്ട് പേന ഇങ്ങനെ എടുക്കാം. റെസ്പെക്റ്റിനെതിരാണ് പഠനം. അവർക്ക് നാഫിയായി ഇൽമുട്ടൂല. പുസ്തകം വീണാൽ ആ പുസ്തകത്തെ കാലുകൊണ്ടെടുക്കുക, പഠിക്കുന്ന പുസ്തകത്തെ കാലുകൊണ്ട് വലിച്ചെടുക്കുക. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ്. പരിശുദ്ധ ഭൂമിയിലേക്ക് ഇറങ്ങിയ മൂന്നാമത്തെ ആയത്തിൽ പേനയെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ആ പേനയെ, ആ ചോക്കിനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ കാലുകൾ കൊണ്ട് ഇറക്കിയെടുക്കുന്നത്. റെസ്പെക്റ്റിനെതിരാണ്, ആഫിയായ ഇൽമു കിട്ടൂല, മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഓതിയില്ലേ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് തഖ്വയുള്ള ആളുകൾക്ക് കഴിയുള്ളൂ. അല്ലാതെ ഈ കാലിലൊക്കെ പേനെടുക്കുന്നത് തഖ്വയില്ലാത്തതിന്റെ അടയാളാണ്. തൊപ്പിയായാലും അങ്ങനെ തലയിൽ വെക്കുന്ന തൊപ്പി അത് കാലുകൊണ്ട് ഇങ്ങനെ എടുക്കരുത്. ആദരിക്കേണ്ടതിനെ എല്ലാം ആദരിക്കണം. പള്ളി റെസ്പെക്ട് ചെയ്യേണ്ട സ്ഥലമാണ്. അവിടെ ഓടിച്ചാടി നടക്കരുത്, അടിപിടി ഉണ്ടാക്കരുത്, അവിടെ നിന്ന് മൊബൈൽ ഇങ്ങനെ ഗെയിം കളിക്കരുത്. അത്യാവശ്യം ഫോണൊക്കെ വരുമ്പോൾ എടുക്കുന്നു എന്നതിനപ്പുറം അവിടെ ഗെയിം കളിക്കുക, അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മിനി മിലിറ്റി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുക. തറാവിക്ക് വന്നിട്ട് കുട്ടികൾക്ക് പണിയാതെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ കളിക്കുക. ഇതൊക്കെ പള്ളിയോട് കാണിക്കുന്ന അപമാനമാണ്. അല്ലാഹു തആല പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാളുണ്ടായി രണ്ടാൾ വേണമെന്നില്ല. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ, കിബർ എന്ന് പറഞ്ഞാൽ പ്രായം, വയസ്സ്. 60 കഴിഞ്ഞ അഹദുഹുമാ ഒരാളുണ്ടായി, ഔ കിലാഹുമാ
അല്ലെങ്കിൽ രണ്ടുപേർക്കും 60 കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഛേ, അങ്ങനെയല്ല, ഛേ എന്ന് പറയാൻ പാടില്ല എന്നല്ല. അവരൊരു കാര്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ മുഖം ചുളിക്കരുത്, അങ്ങനെയൊക്കെ പറയില്ലേ, മുഖം ചുളിക്കരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫ്, അതല്ലാതെ ഉപ്പാനും ഒരു ഛേ എന്ന് പറയാൻ പാടില്ലെന്നല്ല, ബാക്കിയൊക്കെ പറയാം, ഛേ എന്ന് പറയാൻ പാടില്ലെന്നല്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളിങ്ങനെ പോലെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വാടും, അങ്ങനെ പോലും ചെയ്യരുത് അവരുടെ മുമ്പിൽ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് മാന്യമായി സംസാരിക്കണം, മാന്യമായിട്ട് അവരോട് പെരുമാറാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഏതൊരു പിതാവിനും ഏതൊരു മാതാവിനും കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത് ഇന്ന മിമ്മാ യുഫ്രിഹുൻ നഫ്സ, ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത്, വയശ്റഹു സ്വദറ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വിശാലതയുണ്ടാകുന്നത്, അൻതറബനൻ ഭാറ, ഗുണം ചെയ്യുന്ന മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുന്ന മക്കളെ കാണുമ്പോഴാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളെ കാണുമ്പോഴാണ് ഒരു പിതാവിനും മാതാവിനും സന്തോഷം ഉണ്ടാകുന്നത്. അതല്ലാതെ വലിയ പണത്തിന്റെ കൂമ്പാരമായി നിങ്ങൾ കുറെ പണങ്ങൾ വാരിക്കൂട്ടുമ്പോഴല്ല, വലിയ വാഹനങ്ങളും വലിയ വീടൊക്കെ എടുക്കുമ്പോഴല്ല ഒരു മാതാവിന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്. പിന്നെപ്പോഴാ അൻതറബനൻ ഭാറൻ, നല്ല ഗുണം ചെയ്യുന്ന മാതാപിതാക്കൾക്ക് റെസ്പെക്ട് ചെയ്യുന്ന മക്കളുണ്ടാകുമ്പോഴാണ് അവരുടെ കണ്ണിന് കുളിർമയുണ്ടാകുക. മുതിർന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ യഖുദു ബിയദിഹി ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പിതാവിന്റെ കയ്യും പിടിച്ചു നടന്നു പോകുന്ന ഒരു കുട്ടി ഉണ്ടാകുമ്പോഴാണ്. വേദന വരുമ്പോ ഉപ്പ പറഞ്ഞു എന്നൊന്ന് ഡ്രോപ്പ് ചെയ്യണം വേദന, എനിക്ക് സമയമില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പം മര്യാദയാണ്. വേദന ഉപ്പ വരാണ് വേദന, നിങ്ങൾക്ക് വേദന കേൾക്കാൻ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ വേടന്റെയും ഡാബ്സിയുടെ ഒക്കെ പിന്നാലെയാണ്. അപ്പോൾ പിന്നെ വേദനയോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പുതിയ തലമുറയിൽ ഒരു നല്ലൊരു ശതമാനം കുട്ടികൾക്ക്, എല്ലാവർക്കും അല്ല, 1% കുട്ടികൾക്ക്. ആ പാട്ടിൽ അർത്ഥമുണ്ടോ ഇല്ലയെന്നൊന്നുമില്ല. വേടന്റെ വിഷയം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വേടന് ലഹരി ഉപയോഗിച്ചു എന്ന കാരണത്താൽ വേടനെ പിടിച്ചു. ആ ലഹരി കാരണം ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം ഒരു അവർണനാണ്, അപ്പൊ അറസ്റ്റ് ചെയ്യണം. അയാൾ ഇവിടുത്തെ സവർണർക്കെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ഗായകനാണ്. അപ്പൊ അയാൾക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നിയമവകുപ്പില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ കയ്യിൽ പുലിപ്പല്ലുണ്ട് എന്ന ഒരു പുതിയ കേസുമായിട്ട് വന്നു. പുലിപ്പല്ലിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് പുലിപ്പല്ല് സുരേഷ് ഗോപിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലായത്. ഇയാൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് പുലിപ്പല്ല് വേറൊരാളുടെ കയ്യിലും കൂടി ഉണ്ടല്ലോ, വേറൊരാളുടെ കയ്യിലും പുലിപ്പല്ലുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യണം. അവരൊക്കെ സവർണരാണ്, അവർ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്താ, ഇയാളുടെ കേസ് എഴുതി തള്ളി. ഇതാണ് ഇന്നത്തെ നിയമപാലകരും നിയമവാഴ്ചയൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്. വേടൻ പാവപ്പെട്ടവന്റെ ശബ്ദമാണ്. ഈ ഇവിടുത്തെ അഗതികൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ശബ്ദമാണ് വേടൻ. അറസ്റ്റ് ചെയ്തപ്പോ അയാളെ കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞു. സത്യത്തിൽ ഞാൻ അയാൾ അറിഞ്ഞത് ഈ അറസ്റ്റിന് ശേഷമാണ്. ഇങ്ങനൊരു കേസ് വന്നപ്പോഴാണ്. കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ സത്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ ഉപകരിച്ചു. ഇത്തരം പാട്ടുകൾ കേൾക്കാനും ആശയങ്ങൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ ഇത് കാരണമായിരുന്നു. ഒമക്കറു മക്കറൻ വമക്കർന മക്കറൻ, നിങ്ങൾ എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും അതിനേക്കാളും വലിയ കുതന്ത്രം അല്ലാഹു പ്രയോഗിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയറ്റി കാർട്ടൂൺ വരക്കുന്നു. വലിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് പ്രക്ഷുബ്ധമാവുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? റസൂലുള്ളാഹിനെ കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കുന്നു, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹിന്റെ തലയിൽ ബോംബ് വെച്ചിട്ട് ഖുർആൻ കരിക്കുന്നു, ആളുകൾ ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നു. മുത്തലാഖ് നിരോധിക്കുന്നു, ആളുകൾ ത്വലാഖിനെ കുറിച്ച് പഠിക്കുന്നു. വഖഫ് നിരോധിക്കുന്നു, ആളുകൾ വഖഫിനെ കുറിച്ച് പഠിക്കുന്നു. വമക്കറു മക്കറൻ വമക്കർന മക്കറൻ, നിങ്ങൾ എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും അതിനേക്കാളും വലിയ കുതന്ത്രം ഞാൻ പ്രയോഗിക്കും, നിങ്ങളുടെ കുതന്ത്രങ്ങൾ വൃഥാവിലാകും. അതാണ് പഹൽഗാമിലൊക്കെ നമ്മൾ കണ്ടത്, പുൽവാമയിൽ നമ്മൾ കണ്ടത്, ആസൂത്രിതമായിട്ടുള്ള ചില നീക്കങ്ങൾ. അവസാനത്തിനെ കുറിച്ച് ഒരു ചർച്ച പോലുമില്ലല്ലോ. ഇപ്പോ 25ഓളം ഇന്ത്യയുടെ യാത്രക്കാരായ ടൂറിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ചർച്ചയില്ലല്ലോ, ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. എന്താ ചർച്ചകൾ പോവാത്ത? പുൽവാമയിൽ 40 സൈന്യങ്ങൾ വളരെ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടപ്പോ വലിയ ചർച്ചയായിരുന്നു. വോട്ടിന് വേണ്ടി അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇപ്പൊ എന്ത് അന്വേഷണങ്ങൾ മുന്നോട്ട് പോവാത്തത്? എല്ലാം ഒരു ആസൂത്രണം, ട്രാപ്പുകൾ. ഏതായാലും ഇതൊക്കെ തിരിച്ചറിയാനുള്ളൊരു വകതിരിവും പക്വത നമ്മൾ കണ്ടാണം. കൊലപാതകങ്ങൾ നടക്കാണ് മംഗലാപുരത്തും പരിസരങ്ങളിലൊക്കെ. ആരാ കൊല്ലുന്നത്? നമ്മൾ തന്നെ. എന്തിനാ കൊല്ലുന്നത്? വർഗീയതയുണ്ടാക്കാൻ. പാകിസ്ഥാന്റെ പതാകകൾ റോഡിൽ വരക്കാണ് ആര്?
അനുകൂലിക്കുന്ന ആളുകൾ, അവരുടെ അനുഭാവികൾ പിടിക്കപ്പെടുന്ന ഒരു കുഴപ്പമില്ല. അത് മുസ്ലിം പ്രതികളായാലോ ഇവിടെ വലിയ 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 ബോംബ് സ്ഫോടനങ്ങളുടെ ആസൂത്രണങ്ങളുടെ കഥകൾ അതിന് പിന്നിൽ മെനയാൻ തുടങ്ങും. ഇതൊക്കെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോ എത്ര പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത 100 കണക്കിന് ആളുകളെ നമ്മുടെ നിയമപാലകർ, നമ്മുടെ രാഷ്ട്രം പിടിച്ചപ്പോ അതിലൊരാൾ പോലൊരു മുസ്ലിം, പേരിലൊരു മുസ്ലിം പോലും അവിടെ ഇല്ല. എല്ലാം RSSകാർ, എല്ലാം നമ്മുടെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ അനുകൂലിക്കുന്ന അനുഭാവികൾ. നോക്കൂ നിങ്ങൾ, ദിവസവും നമ്മൾക്ക് വരാൻ ഇന്ത്യൻ നേവിയുടെ രഹസ്യങ്ങൾ ചോർത്തി, ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ ചോർത്തി, പെണ്ണിന് വേണ്ടി, പണത്തിന് വേണ്ടി. എല്ലാ പ്രതികളും രാജ്യസ്നേഹികളെന്ന് സ്വയം മുദ്രകുത്തുന്ന, രാജ്യസ്നേഹികളെന്ന് സ്വയം വിളിച്ചു പറയുന്ന ഫാസിസ്റ്റ് ഭരണകൂട അനുഭാവികൾ. ഒരു ആക്ഷൻ അവർക്ക് എടുക്കുന്നില്ല. കള്ളനോട്ടിൽ പിടിക്കപ്പെടുന്നവരവർ. മുസ്ലിം സമൂഹത്തിന്റെ രാജ്യസ്നേഹം അളക്കാൻ ആരും വരണ്ട. നമ്മുടെ രാജ്യസ്നേഹം അളക്കണമെങ്കിൽ ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എണ്ണി നോക്കിയാൽ അതിൽ ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളാണ്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന്റെ രാജ്യസ്നേഹം പരിശോധിക്കണമെങ്കിൽ ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർ വന്നു, ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു. ഇവരുടെയൊക്കെ ഡെഡ് ബോഡി എവിടെയാണ്? വാസ്കോഡ് ഗാമയുടേത് എവിടെ? മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെത് എവിടെ? ബ്രിട്ടീഷിൽ നിന്ന്, ഡച്ചിൽ നിന്ന്, പോർച്ചുഗലിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി ലിസ്ബണിലും UK-യിലും ബ്രിട്ടനിലൊക്കെ അവര് അന്ത്യവിശ്രമം കൊള്ളാണ്. എന്നാൽ ഇവിടെ ഇന്ത്യയുടെ GDP, ലോകത്തറിയപ്പെട്ട GDP ആക്കി വളർത്തിയ മുഗളന്മാർ, ഓരോ ആളുകളുടെയും ഖബറുകളുള്ളത് ഈ ഇന്ത്യ രാജ്യത്താണ്. ടിപ്പു സുൽത്താന്റെ മഖബർ എവിടെയാണ്? ടിപ്പു സുൽത്താന് ചില ആളുകൾക്ക് പറ്റൂല. ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ. ടിപ്പു സുൽത്താന്റെ അവസാനത്തെ തുള്ളി രക്തവും ഭൂമിയിലേക്ക് ഇറ്റ് വീണപ്പോ ബ്രിട്ടീഷുകാർ പറഞ്ഞ വാക്കാണിത്, ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ, ഇനി ഇന്ത്യ നമ്മുടേതാണ്. ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ ഡെഡ് ബോഡി ഉള്ളത് ഇന്ത്യ രാജ്യത്താണ്. അവര് മണ്ണിനോട് ചേർന്ന് അലിഞ്ഞു ചേരാൻ വന്നവരാണ്. കൊള്ളക്കാരായിട്ട് വന്നവരല്ല മുസ്ലിമീങ്ങൾ, രാജ്യത്തിന്റെ മണ്ണിനോട് ചേരാൻ വന്നവരാണ്. ഏതായാലും ഇത് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ, പിതാവിന്റെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് വരണം. പിതാവ് പറയാനൊന്ന് പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, എന്റെ ചെറുപ്പക്കാരെ സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വേറൊരു എൻഗേജിലേക്കും പോകരുത്. ഇത് കഴിഞ്ഞിട്ടേ വേറെ ഏത് തിരക്കിനും പ്രസക്തിയുള്ളൂ. ഉപ്പാനെ പള്ളിയിൽ കൊണ്ട് പോയി ഡ്രോപ്പ് ചെയ്തിട്ടേ നിങ്ങൾ വേറെ എന്ത് തിരക്കിനും പ്രസക്തിയുള്ളൂ. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി, എങ്കിലും പരീക്ഷയിൽ വിജയം ഉണ്ടാവുള്ളൂ. നിങ്ങൾ വേറെ ഒന്ന് ജോലിക്ക് പോകണം, ഷട്ടർ തുറക്കണം, ഉപ്പാനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ഇപ്പൊ വാദിന് വരണമെന്ന് പറഞ്ഞാൽ ഉപ്പയുടെ കൈയും പിടിച്ച് വാദിന് കൊണ്ടുവരണം. പകൽ സമയമായാൽ ഉപ്പയുടെ പിന്നാലെയാണ് നമ്മൾ നടക്കേണ്ടത്. ഉപ്പാനെ കൈയും പിടിച്ച് നടക്കണം എന്ന് പറഞ്ഞു. പകൽ സമയത്ത് നടക്കുമ്പോൾ ഒരു കാരണവശാലും പിതാവിന്റെ മുന്നിലൂടെ നടക്കാൻ പാടില്ല. രാത്രി സമയമായാൽ പിതാവിന്റെ മുന്നിലൂടെ നടക്കണം. എന്താണത് വ്യത്യാസം? പകലും രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? പകലിൽ ഉപ്പമാർക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, വെളിച്ചമുണ്ട്. അപ്പോ അവരുടെ മുന്നിലൂടെ നടക്കുന്നത് അതപകേടാണ്. അവരുടെ പിന്നാലെ നടന്നാൽ മതി. രാത്രിയായാൽ ഇരുട്ടാണ്, വെളിച്ചമില്ല, അവിടെ കല്ലുകൾ ഉണ്ടാകും, ഇഴജന്തുക്കൾ ഉണ്ടാകും. അപ്പൊ എന്തെങ്കിലും ഉപ്പമാരറിയാതെ ചവിട്ടി പോയാലോ, അതുകൊണ്ടൊരു കാരണവശാലും അവര് മുമ്പിൽ നടക്കാൻ പാടില്ല. നമ്മൾ മുമ്പിൽ നടന്നിട്ട് മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി അവർക്കുള്ള വഴി തുറന്നു കൊടുക്കണം. ഇതൊക്കെയാണ് അദബ്, റെസ്പെക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുതിർന്ന പിതാവ് നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങാടിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് മതി പഠനം, അത് കഴിഞ്ഞിട്ട് മതി ജോലി. പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ അവരുടെ കൈയും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണം. പാക്ക് പഴയതുപോലെ നടക്കാൻ കഴിയുന്നില്ല, പാക്ക് പഴയതുപോലെ എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. ഉപ്പാന്റെ നടത്തൊക്കെ ഭയങ്കര സ്ലോ ആണ്. ഉപ്പാനിങ്ങനെ വെയിലത്ത് കൂടെ നടന്നു വരുമ്പോ ഉപ്പാന്റെ ചവിട്ടടികളൊക്കെ വളരെ സ്ലോ ആണ്. പഴയതുപോലെ വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഉപ്പയോട് നിങ്ങൾ വളരെ മോശമായ രീതിയിൽ പിറുപിറുത്ത് കൊണ്ട് സംസാരിക്കരുത്. ഒന്ന് വേഗം പോ ഉപ്പ എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയാതെ, അവര് ശാരീരികമായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് ഈ സാവധാനത്തിലൂടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയവരുടെ പിന്നാലെ സാവധാനത്തിൽ സംതൃപ്തിയിലൂടെ നടന്നു പോകണം. അവരോട് സൗമ്യമായി സംസാരിക്കണം, മയത്തോടെ സംസാരിക്കണം. നമ്മൾ ഷൗട്ട് ചെയ്യാൻ പാടില്ല, ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല, ഷൗട്ട് ചെയ്യരുത്. അടുക്കളയിൽ ഉമ്മമാരിങ്ങനെ വിളിക്കുകയാണ്. പെൺകുട്ടികളെ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അടുക്കളയിലേക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് വിളിക്കുമ്പോ അത് മുണ്ടാണ്ടിരിക്കുമ്പോ പറയരുത്, ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അഞ്ചത്തില്ല അവിടെ, അങ്ങനെ ചോദിക്കരുത്.
യുലീനു ലഹുൽ ഖൗല, വളരെ സൗമ്യമായിട്ട് അവരോട് പറയണം, ഉമ്മ ഞാൻ വരാം, ഓടിപ്പോകണം. എന്ത് പണിയുണ്ടെങ്കിലും, ഈവൻ നിങ്ങൾ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ വരെ നിങ്ങളുടെ കൈയുപേക്ഷിച്ച് നിങ്ങൾ ഓടിപ്പോകണം. സുന്നത്ത് നിസ്കാരം പൂർത്തീകരിക്കണ്ട, നിസ്കാരം ഒഴിവാക്കിയിട്ട് പോകണം. ഇതാണ് പരിശുദ്ധതയും പറയുന്നത്. ഫർള് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും ഉമ്മയും ഉപ്പയും വിളിച്ച ഒഴിവാക്കിയിട്ട് പോകണം. കാരണം അള്ളാഹു പറഞ്ഞത് എന്നെ ആരാധിക്കണം. ആ ആരാധന സ്വീകാര്യമാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരോട് നന്മ ചെയ്യണം. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറ. എവിടെങ്കിലും ഇരിക്കുമ്പോ ഉപ്പമാരെ മുമ്പിലിരുത്തണം, നിങ്ങൾ ബാക്കിലിരിക്കണം. നിങ്ങൾ ആദ്യം പോയിരുന്ന് അവരെ മെയിൻ ചെയ്യാതെ ഇനി അവരെ ബാക്കിലിരുത്തി നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഉപ്പമാർക്കായിരിക്കണം മുമ്പിൽ സ്ഥാനം കൊടുക്കേണ്ടത്, ഭാര്യക്കല്ല. ഉമ്മയും ഭാര്യയും നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഉമ്മയാണ് നിങ്ങളുടെ ആദ്യത്തെ സീറ്റിൽ ഇരിക്കേണ്ടത്. പിന്നെ ഉമ്മ ഏതെങ്കിലും ഉമ്മ വിനയത്തില് നിങ്ങൾ ഇരുന്നോ, ഞാൻ ബാക്കിൽ ഇരുന്നോളാം, അത് ഉമ്മാനെ സംതൃപ്തിക്ക് വിട്ടുകൊടുക്കണം. അതല്ലാതെ നിങ്ങളുടെ ഭാര്യയും മുന്നില് പിതാവ് ബാക്കില് ഉമ്മ ബാക്കില്, ഈ ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. ഉമ്മ ഇപ്പം കഴിഞ്ഞിട്ടേ ഭാര്യയുള്ളൂ. കാരണം നമ്മുടെ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണ്. ഒരു പെണ്ണിന്റെ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ഭർത്താവിന്റെ കൈകളിലാണ്. ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ഭർത്താവ് ബഹുമാനിക്കണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോ നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അവരെന്തെങ്കിലും ചോദിച്ചാല് അങ്ങനെ നമ്മളൊക്കെ സ്വഭാവമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള, ഈവൻ എനിക്കടക്കമുള്ള ഒരു സ്വഭാവമാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഫോണിൽ കളിക്കുന്നുണ്ടാവും. അപ്പൊ ഉപ്പ എന്തെങ്കിലും പറഞ്ഞാല് അതിനൊക്കെ ഉത്തരം പറയും. ചെയ്യരുത്, ഫോൺ താഴെ വെച്ച് അവരോട് സംസാരിക്കണം. നമ്മളൊരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോ ഫോണിലിങ്ങനെ കളിച്ചുകൊണ്ട് അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാ മൂള എന്നതിനപ്പുറം അവരെ പരിഗണിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ഫോൺ താഴെ വെക്കുക, അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് അവരോട് സംസാരിക്കുക. ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഫോണൊക്കെ താഴെ വെച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരോട് സംസാരിക്കുക. അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഫോണിൽ ഗെയിമാണെങ്കിലും കളിയാണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് നമ്മളിങ്ങനെ അവരെ അവഗണിക്കുന്നത് പോലെ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലും അപമര്യാദയാണ്. ലൈസ മിന്നാ മല്ലം യുവഖിർ കബീറനാ. ഉപ്പ മാത്രമല്ല, നാട്ടിലുള്ള വയസ്സന്മാരായ ആളുകൾ അങ്ങനെ തന്നെ. നാട്ടിലുള്ള മുതിർന്നവരായ മൂത്താപ്പമാരും വളാപ്പമാരും കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും ഉസ്താദുമാരും എല്ലാവരും അങ്ങനെ തന്നെ. താടിയും മുടിയൊക്കെ നിരപാദിച്ച ഓരോ ആളുകളുടെ മുമ്പിലും ഈ പറയപ്പെട്ടതുപോലെ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെട്ടാലോ ഈമാൻ ഇഷ്ടപ്പെട്ടു പോകും, മുസ്ലിം ആവൂല. അദബാണ് പ്രധാനം. ഇന്ന് അമലുകൾക്കാർക്ക് കുറവൊന്നുമില്ല. ആർക്കെങ്കിലും അമല് കുറവുണ്ടോ? ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ പഴമക്കാർ നിസ്കരിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ പള്ളിയിൽ വരുന്നത് പോലെ പഴമക്കാർ പള്ളിയിൽ വന്നിട്ടില്ല. അവരെപ്പോഴെങ്കിലും വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരുന്നുള്ളൂ. ഇന്ന് എല്ലാവരും ജമാഅത്തിന് പള്ളിക്ക് എത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ നോമ്പെടുക്കുന്നത് പോലെ പഴമക്കാർ നോമ്പെടുത്തിട്ടില്ല. നമ്മുടെ മക്കൾ 10-ാം വയസ്സ് മുതൽ നോമ്പെടുക്കുന്നുണ്ട്. പഴമക്കാർ 35 വയസ്സ് മുതലാണ് നോമ്പെടുത്ത് തുടങ്ങിയത്. എല്ലാവരും അല്ല, നല്ലൊരു ശതമാനം ആളുകളും. പ്രായപൂർത്തിക്കായ 25 വയസ്സിലും നോമ്പോക്കാതെ എത്രയോ ആളുകൾ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ബഹുഭൂരിഭാഗം ആളുകളും ഒരു 25-ന് 30 എല്ലാ നോമ്പും ചിലപ്പോൾ നോക്കാൻ തുടങ്ങി 30-ന് ശേഷം, അല്ലെങ്കിൽ 25-ന് ശേഷം, അല്ലെങ്കിൽ 20-ന് ശേഷമൊക്കെ എല്ലാ നോമ്പും ഇടയ്ക്കിടെ നോക്കും. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒഴിവാക്കും. ഇന്ന് എല്ലാവർക്കും ഈ ഭാഗത്തുണ്ട്, നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, സുന്നത്തുണ്ട്, തഹജ്ജുദുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പഴമക്കാരും ഇരുന്നതേ എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല. പഴമക്കാരൊക്കെ ലൈലത്തുൽ ഖദറിന് രാത്രി വന്ന ഇപ്പോഴും ആ വയസ്സന്മാര് പള്ളിയിൽ വന്ന് ഹയാത്താക്കാറില്ല പഴമക്കാര്. എന്നാൽ യുവാക്കളൊക്കെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഭയങ്കര സുബഹി വരെ ഹയാത്താക്കും. ഇബാദത്തുകൾക്കൊരു കുറവില്ല. ഇന്നത്തെ കുറവും ഇന്നത്തെ നഷ്ടവും മുതിർന്നവരെ ബഹുമാനിക്കാത്തതിലാണ്. അവരെ റെസ്പെക്ട് ചെയ്യാതെ ലൈസമിന്ന അവർ മുസ്ലിം അല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ഈ അഹങ്കാരവും നമ്മുടെ ഈ തൻ്റെ ഇടവും നമ്മുടെ ഈ ജാടയും കിബറും എല്ലാം നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ ജീവിക്കുന്നത് തന്നെ അവർ കാരണത്താലാണ് എന്ന ബോധം നമ്മൾക്കുണ്ടാവുക. ഇല്ലെങ്കിൽ അള്ളാഹു ഈ നാടിനെ, ഈ സമൂഹത്തെ എന്നെ നശിപ്പിച്ചു കളയുമായിരുന്നു എന്നുള്ളൊരു ബോധം നമ്മൾക്കുണ്ടാവുക. അപ്പോ ഫോണ്, TV പോലെയുള്ള സോഷ്യൽ മീഡിയകൾ, അതുപോലെ ഡിവൈസുകൾ
ഇതൊന്നും നമ്മൾ മാതാപിതാക്കളുടെ മുമ്പിൽ ഉപയോഗിച്ച് അവരോട് ചോദ്യത്തിന് മറുപടി ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുക മറുപടി പറയാ. ചങ്ങാതിമാരുടെ ഇടയിൽ എന്തായിക്കോളി, പക്ഷേ തലമുതിർന്ന ആളുകൾ വയസ്സന്മാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള ഏർപ്പാടുകൾ ഉണ്ടാവരുത്. പിന്നെയോ അവര് സംസാരിച്ചാൽ ശ്രദ്ധയോടെ കേൾക്കണം. അവരെന്തെങ്കിലും പറയുമ്പോ ശ്രദ്ധയോടെ കേൾക്കുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്നവർ, ഇങ്ങനെയുള്ള പ്രമുഖരായ ആളുകളൊക്കെ മാതാവ് എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കും. കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് എന്താണ് പറഞ്ഞതെന്ന് അവരോട് ചോദിക്കൂല, അടുത്തുള്ള ആളോട് ചോദിക്കും, എന്താ ഉപ്പ പറഞ്ഞെനിക്ക് മനസ്സിലായിട്ടില്ല. ഹാരിസത്ത് ഇബ്നു നുഅ്മാനൊക്കെ സ്വർഗ്ഗത്തിലെത്തിയത് കാന ബാറൻ ലി അബവൈ ബാറൻ ലി ഉമ്മിഹി, മാതാവിനോട് ഗുണം ചെയ്തു എന്ന കാരണത്താലാണ് മഹാനായ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്നവർ സ്വർഗ്ഗത്തിലെത്തിയത്. എന്താ അവരുടെ പ്രത്യേകത? ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ചെവി തുറന്ന് കേൾക്കും. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഉമ്മയോട് പോയിട്ട് കേൾക്കൂല, അപ്പുറത്തുള്ള ആളോട് പോയിട്ട് എന്താ ഉമ്മ പറഞ്ഞ എനിക്ക് തിരിഞ്ഞിട്ടില്ല. റെസ്പെക്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കഷ്ണങ്ങൾ ഉമ്മ എടുത്തതിന്റെ ശേഷമേ ഇവർ കഷ്ണങ്ങളൊക്കെ എടുക്കുള്ളൂ. ഉമ്മ കഴിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കൂ. കാരണം അവരിഷ്ടപ്പെട്ടത് എടുത്ത് കഴിച്ചോട്ടെ. ഉമ്മയും മക്കളൊക്കെ ഇരുന്ന ഉമ്മ ചിലപ്പോൾ ഉമ്മാന്റെ സംതൃപ്തിക്ക് വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട കഷ്ണം മക്കൾ കൊടുക്കും. ഉമ്മക്കത് ഇഷ്ടമാണ്, പക്ഷെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഉമ്മ കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുള്ളൂ. ഉമ്മ ഇഷ്ടപ്പെട്ടത് എടുത്തു, അതിനുശേഷം അവർ ഭക്ഷണം കഴിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അവർ മുതിർന്ന ആളുകളെ റെസ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് അവർ സംസാരിച്ചാൽ നമ്മൾ മിണ്ടാടിരിക്കണം, കേൾക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് നിന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി എണീറ്റ് വന്നു. നാട്ടിൽ പള്ളി കമ്മിറ്റി ജനറൽ ബോഡിയാ. ജനറൽ ബോഡി നടക്കുമ്പോ ചില ചെറുപ്പക്കാർ തയ്യാറായി ചോദ്യം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു. പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആരാ? താടി മുടിയൊക്കെ നരച്ച വയസ്സന്മാരാ പള്ളി കമ്മിറ്റിക്കാര്. അതിനിടയിൽ ഉസ്താദുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിനിടെ ചെറുപ്പക്കാരൻ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട് എണീറ്റു. നബി തങ്ങൾ പറഞ്ഞു, കബ്ബിർ കബ്ബിർ, ഇരിക്കട്ടെ അവിടെ. നബി തങ്ങൾ പറഞ്ഞു, വയസ്സന്മാര് സംസാരിച്ചതിന് ശേഷം സംസാരിച്ചാൽ മതി, അവിടെ ഇരിക്കുക. മുതിർന്നവരെ ബഹുമാനിക്കും. കബ്ബിർ കബ്ബിർ. വയസ്സന്മാരുണ്ട് ഇവിടെ, വയസ്സന്മാരെ നിങ്ങൾ ബഹുമാനിക്കുക, വയസ്സന്മാരെ റെസ്പെക്ട് ചെയ്യുക. എണീറ്റ് അഭിപ്രായം പറയല്ല. ഇതന്നെയാണ് നമ്മുടെ ജനറൽ ബോഡിയിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്. ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, പണമുണ്ട് എന്ന കാരണത്താൽ പഴമക്കാരായ ആളുകളെ പുച്ഛിക്കുന്ന ഒരു സ്വഭാവം ഒരു കാരണവശാലും ചെറുപ്പക്കാരിൽ നിന്നുണ്ടാവാൻ പാടില്ല. അവർക്ക് തെറ്റാരായിരിക്കും, ആയിക്കോട്ടെ, അതൊന്നും നോക്കിക്കോളും. ഒരു കാരണവശാലും നമ്മൾ അവിടെ ഒച്ചപ്പാടുണ്ടാക്കി അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളോ അപശബ്ദങ്ങളോ ഉണ്ടാവാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, കബ്ബിർ കബ്ബിർ. വയസ്സെത്താത്ത ചെറിയ പ്രായമുള്ളൊരു ചെറുപ്പക്കാരനീറ്റ് അഭിപ്രായം പറയുമ്പോ ഇരിക്കട്ടെ, അവിടെ നിന്നെക്കാളും മുതിർന്നവരിവിടെയുണ്ട്, അവർക്ക് സംസാരിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെയാണ് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മുതിർന്നവരായ ആളുകളൊക്കെ ഉണ്ടാകുമ്പോ ഒരു ചാടി എണീറ്റ് അഭിപ്രായം പറയണ്ട, നിങ്ങൾക്കൊക്കെ എല്ലാം തിരിയുന്നുള്ള ചിന്തയില്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ചോദ്യം ചോദിച്ചു സഹാബാക്കളോട്. എന്താ ചോദ്യം? നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിനശ് ശജറത്തി ശജറ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, മസലുഹാ കമസലിൽ മുസ്ലിം, ആ മരത്തിന്റെ ഉദാഹരണം മുസ്ലിമിനെ പോലെയാണ്. ആ മരം മുസ്ലിമിനെ പോലെയാണ്. ഒരുപാട് പേരുണ്ട്, തെങ്ങുണ്ട്, പനയുണ്ട്, പിന്നെന്താ കവുങ്ങുണ്ട്, മാങ്ങയുടെ മരമുണ്ട്, മാവ്, പ്ലാവുണ്ട്, ഈന്തപ്പനയുണ്ട്, അങ്ങനെ പല മരങ്ങളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മരത്തിന്റെ കൂട്ടത്തിൽ ഒരു മരം, അത് മുസ്ലിങ്ങളെ പോലെയാണ്. ആ മരത്തിന്റെ സ്വഭാവം, ആ മരത്തിന്റെ പെരുമാറ്റം അത് മുസ്ലിങ്ങളെ പോലെയാണ്. ഏതാണ് മരം എന്നറിയോ? സ്വഹാബാക്കൾക്കാർക്കും ഉത്തരം കിട്ടിയില്ല. അതിലൊരു കുട്ടിക്ക് കിട്ടി, ചെറിയൊരു കുട്ടിക്ക് ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം? ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. കുട്ടി ഉത്തരം പറഞ്ഞില്ല. ഹബീബായ നബി തങ്ങൾ ഉത്തരം പറഞ്ഞു. അങ്ങനെ വേലൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ആ കുട്ടി പിതാവിനോട് പറഞ്ഞു, ഉപ്പാ, നബി തങ്ങൾ ചോദിച്ചപ്പോ അതിന്റെ ഉത്തരം എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നുപ്പാ. എന്താണ് എനിക്ക് പറഞ്ഞൂടെ? നീ അവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ നെഞ്ഞു വിരിച്ച് നടക്കുമായിരുന്നില്ലേ? എന്റെ മോൻ ഉത്തരം പറഞ്ഞു, എനിക്ക് എത്ര അഭിമാനം ഉണ്ടാവായിരുന്നു. എന്റെ മോന്റെ ആ കാര്യം ആലോചിച്ചിട്ട് ഞാൻ എത്ര അഭിമാനിക്കുമായിരുന്നു. ആളുകളൊക്കെ എന്നെ റെസ്പെക്ട് ചെയ്യായിരുന്നില്ലേ? ആരാണ് ആ പിതാവ്? ആ പിതാവാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഉമർ തങ്ങളുടെ മകൻ അബ്ദുള്ളയ്ക്കാണ് ഉത്തരം കിട്ടിയത് അത് ഈന്തപ്പനയാണ് എന്ന്. മുസ്ലിമിനെ പോലെയുള്ള മരം ഈന്തപ്പനയാണ് എന്ന് ഉത്തരം അറിയാം. ഉത്തരം പറഞ്ഞില്ല. എന്തേ നീ പറയാത്തത്? അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്, ഞാൻ എങ്ങനെ ഉപ്പ പറയാ? അവിടെ നിങ്ങളില്ലേ,
സിദ്ദീഖ് തങ്ങളില്ലേ, ഉസ്മാൻ തങ്ങളില്ലേ, എത്ര പ്രായമായ വയസ്സായ സ്വഹാബാക്കളുടെ ഇടയിൽ ഞാൻ എണീറ്റ് നിന്നിട്ട് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു ജാള്യത തോന്നൂലേ? ഈ കുട്ടി ഉത്തരം പറഞ്ഞു, വയസ്സന്മാർക്കൊന്നും ഉത്തരം കിട്ടിയില്ല, ഒരു ജാള്യത ഉണ്ടാവൂലേ? അത് അവരോട് റെസ്പെക്ട് ചെയ്യുന്നതിന് മോശമല്ലേ? അവരെ ബഹുമാനിക്കുന്നതിന് അത് തടസ്സാവൂലേ? ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു, ഞാൻ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്യാണ് ചെയ്തത്. ആ തീരുമാനത്തെ നബി തങ്ങൾ ബഹുമാനിച്ചു. അതേപോലെ പ്രിയപ്പെട്ടവരെ, തലമുതിർന്ന ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എടുത്തുചാടി അഭിപ്രായം പറയുന്ന ഓരോ ആളുകൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈസിയാണ്. ഒരു സ്ഥലത്ത് ഞാൻ വേറെ പറയുമ്പോൾ ഒരാൾ കണിക്കുന്നുണ്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ ഒരു പണിയില്ല. അതിന് വലിയ ആരോഗ്യം മസിൽസ് ഒന്നും വേണമെന്നൊന്നുമില്ല ഒച്ചപ്പാടുണ്ടാക്കാൻ. പള്ളിയിൽ എന്തെങ്കിലും കമ്മിറ്റിക്കാർ എണിച്ച് പറയുമ്പോൾ ഒരാൾ എണീറ്റുന്നില്ല, എന്താ ഞാൻ അങ്ങനെ ആക്കുന്നൊക്കെ പറയാൻ അതിന് ആരോഗ്യമൊന്നും വേണമെന്നില്ല. 4-5 ആളെ അടിക്കാനുള്ള പവറും വേണമെന്നില്ല. അത് ഏത് മണ്ടന്മാർക്കും ചെയ്യാം. അത് മണ്ടത്തരാണ്, അത് മനസ്സിലാക്കേണ്ടത്. ഇതിന് ആരോഗ്യമല്ല വേണ്ട, ഇതിന് ബുദ്ധി വേണ്ടത് പറയാൻ പാടില്ല എന്നുള്ളൊരു തൻ്റെ ഇടമാണ് ഉണ്ടാവേണ്ടത്. ചില ആളുകൾ അങ്ങനെയാണ്. പള്ളിയിലൊക്കെ കമ്മിറ്റിക്കാർ എന്തെങ്കിലും അഭിപ്രായം പറയും, പെണ്ണിട്ട് വന്നിട്ട് ചോദ്യം ചെയ്യും. അയാൾ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ്. ഒരു സംഭവമല്ല, അത് എല്ലാവർക്കും കഴിയും. ആർക്കും കഴിയും. എന്തപ്പോ ആര് തയ്ക്കാൻ വരും, ആരെങ്കിലും അടിക്കാൻ വരും. പള്ളിയിൽ നിന്ന് ഒരാൾ എണീറ്റ് വന്നിട്ട് ചോദ്യം ചെയ്താൽ ആരെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഞാൻ വേണമെന്ന് പറയുമ്പോൾ എന്നെ ചോദ്യം ചെയ്താൽ ആരെങ്കിലും അടിക്കാൻ വരും? ഒന്നും ചെയ്യില്ല. ആർക്കും ചെയ്യാം, ആർക്കും വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ബട്ട് അത് തൻ്റെ ഇടമില്ലാത്തതിൻ്റെ കുറവ്, വകതിരിവും ബുദ്ധിയും ഇല്ലാത്തതിൻ്റെ കുറവാണ്. അങ്ങനെ ആളുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മൾ ആളുകൾ, തലമുതിർന്ന ആളുകൾ, പണ്ഡിതന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ ആ സദസ്സിൽ എണീറ്റ് നിന്നിട്ട് വലിയ അഭിപ്രായം പറയാൻ നിൽക്കരുത്. പറയാണെങ്കിൽ ചോദിച്ചാൽ റെസ്പെക്റ്റോടെ, അദബോടെ, മാന്യമായിട്ട് പറയും വേണം. ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കാണണം. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നവരോട് ചോദിക്കണം. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ അവരുടെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അറിയണം. അവരുടെ സന്തോഷമായിരിക്കണം നമ്മുടെ സന്തോഷം. എല്ലാ ദിവസവും സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേറെ വീടെടുത്തു പോയി, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ ഗൾഫിലൊക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഉമ്മയോട് ഉപ്പയോട് സുഖവിവരങ്ങൾ അറിയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. വയബ്തസിമു ഫീ വജ്ഹിഹി, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ചിരിക്കണം. വയുദ്ഖിലു സുറൂറ അലൈഹി, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം. എന്താണോ അവർക്ക് ഇഷ്ടം അത് നമ്മൾ ചെയ്തു കൊടുക്കണം. മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കണം. അവർ കുറെ കാലമൊന്നും ഉണ്ടാവില്ല എന്ന ബോധം നമ്മൾക്ക് ഉണ്ടാവണം. കുറെ കാലൊന്നും അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. 60 കഴിഞ്ഞാൽ പിന്നെ കുറെ കാലൊന്നും അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉള്ള കാലത്തോളം കഴിവിന്റെ പരമാവധി അവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കാമെന്നുള്ള ആ ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവണം. ചെറിയ ചെറിയ കൊച്ചു സമ്മാനങ്ങള്, അല്ലെങ്കിൽ നല്ല വാക്കുകള്, ഔ കലിമത്തിൻ ത്വയ്യിബത്തിൻ തുഹീൽ ഉൻസ ഫീ ഖൽബി, അവർക്ക് സമാധാനം ഉണ്ടാക്കുന്ന നല്ല വാക്കുകൾ പറയണം. മരിക്കാനൊക്കെ ആയ ഉപ്പമാരോട് ഉമ്മമാരോടൊക്കെ പറയേണ്ടത്, ഉപ്പ ബേജാറാവേണ്ട, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗം തരും. അതാണ് കലിമത്തിൻ ത്വയ്യിബ, നല്ല വാക്കുപാട് പറയണം. ഉപ്പ നിങ്ങൾ ബേജാറാവേണ്ട, ടെൻഷൻ ആവേണ്ട, ഉമ്മ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം തരും, നിങ്ങൾ അല്ലാഹു ഒരിക്കലും കൈവിടൂല എന്ന രീതിയിൽ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാ പറയേണ്ടത്. രോഗിയായി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ മാസവും 15,000 25,000 ഒക്കെ ചെലവ് വരുമ്പോ ഇയാളൊരു ഭാരമാണ് എന്ന് തോന്നിപ്പോവരുതേ. അല്ലാഹു തആല ആ മാതാവിനെ, പിതാവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെലവഴിക്കുന്നത് കാരണത്താൽ അല്ലാഹു നിനക്ക് സമ്പത്ത് തരും. അവിടെയാണ് ബർക്കത്ത്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. ഉപ്പാക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, ഉപ്പാക്ക് ഇന്നും സുഖമില്ല, അതിനെപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉപ്പാനെങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്താലേ, മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ പൈസ ഒക്കെ തീർന്നു പോകില്ല, ഇവരൊരു ഭാരമായല്ലോ, ചിന്തിച്ചു പോകരുന്നു നിങ്ങളെ. അവിടെ നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ നാണയത്തുട്ടിനും ഇരട്ടി ഇരട്ടിയായി അല്ലാഹു നിങ്ങൾക്ക് പകരം തരും. കാരണം ബറക്കത്ത് എവിടെയാണ്? മാതാപിതാക്കളിലാണ് ബറക്കത്തുള്ളത്. അതുകൊണ്ടൊരു കാരണവശാലും മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത്, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവഴിക്കുന്നത് ഭാരമാണ് എന്ന്, അത് നഷ്ടമാണ് എന്ന് ഒരു മക്കളും ചിന്തിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഉള്ളതെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചാൽ അല്ലാഹു എത്രയാണോ നിങ്ങൾ കൊടുത്തതിന്റെ ഇരട്ടി ഇരട്ടിയായി, മുലാഫയായി അല്ലാഹു തിരിച്ചു തരാൻ തയ്യാറാണ്. കാരണം അല്ലാഹുവിന്റെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു തആല കണക്കില്ലാതെ, വിചാരണയില്ലാതെ അത്ഭുതകരമായി വാരിക്കോരി കൊടുക്കുന്നവനാണ് അല്ലാഹു. കാണിക്കരുത്, ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു പോകരുത്. കയ്യിൽ നിന്ന് പൈസ തീർന്നല്ലോ, ഇപ്പോഴും ഹോസ്പിറ്റലാണല്ലോ, എന്തെങ്കിലും 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഡോക്ടർ പറയാണ്, പഠിച്ചോനെ ഇതൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ചിന്തിക്കരുത്. നിങ്ങൾക്ക് അല്ലാഹു വഴി തുറന്നു തരും. അവരൊരു ഭാരമായി പോകരുത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് വരരുത്.
നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ? അൽഹംദുലില്ലാ, ഉപ്പാക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറ്റിയല്ലോ, ഉപ്പാക്ക് വേണ്ടി ഇത്ര പൈസ ചെലവഴിക്കാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെ ചെല്ലുമ്പോ വലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ 2 ലക്ഷം കൊടുത്ത അല്ലാഹു 20 ലക്ഷം നിങ്ങൾക്ക് തിരിച്ചു തരും. ഇതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്, ഇതൊക്കെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസുകളാണ്. കൊടുക്കുന്ന ആളുകളോട് നിങ്ങളൊന്നിരുന്ന് സംസാരിച്ചാൽ അവർ കൃത്യമായി വിഷയം നിങ്ങളോട് പറഞ്ഞുതരും. അതുകൊണ്ട് ഔ കലിമത്തിൻ തുയ്യിബ, നല്ല വാക്ക് പറയണം, അവർക്ക് സമാധാനം കിട്ടുന്ന വാക്ക് പറയണം. അവരുടെ ഏകാന്തതയെ നമ്മൾ മാറ്റണം. അവരൊറ്റയ്ക്കാണ്, പ്രായമായി, അവരുടെ കൂടെയുള്ള ചങ്ങാതിമാരൊക്കെ മരണപ്പെട്ടു, അവരുടെ സഹോദരങ്ങളൊക്കെ മരണപ്പെട്ടു. അങ്ങനെ ഒറ്റയ്ക്ക് അവരിയ്ക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ ആളില്ല. പലരും രോഗിയാകുന്നത് അങ്ങനെയാണ്, ഒറ്റപ്പെടുമ്പോഴാണ്. അപ്പൊ അവർക്ക് നമ്മൾ നേരം പോക്കിന്, ടൈം പാസിന് നമ്മൾ അവരുടെ കൂടെ ഇരിക്കണം. എല്ലാവരും ഇന്ന് വീടെടുത്ത് പോയി വീട്ടിലാകെ ഒരു ഉപ്പയും ഉമ്മയും ബാക്കിയുള്ള ആളുകൾ ഗൾഫിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉപ്പാക്കും ഉമ്മാക്കും പല അസുഖങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുള്ള സമയങ്ങളിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കളൊക്കെ, മാതാപിതാക്കൾ, വല്യപ്പയുടെ വല്യമ്മയുടെ അടുത്തിരുന്ന് അവർക്കൊരു നേരം പോക്കിന് വേണ്ടി കഥകൾ പറഞ്ഞ് സംസാരിച്ച് ബോറടിപ്പിക്കാതെ മരിക്കുന്നത് വരെ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അള്ളാഹു നമ്മെ തിരിഞ്ഞു നോക്കുന്നത്, അള്ളാഹു നമ്മെ സഹായിക്കുന്നത്, അള്ളാഹുവിന്റെ റിസ്കുകൾ അള്ളാഹു നമ്മൾക്ക് വാരിക്കോരി തരുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. ഏതൊരു പിതാവിനും പ്രയാസം തോന്നുന്നത് എപ്പോഴാണ്? വ ഇന്നൽ മർഅ ലയഹ്സൻ, ഒരു പിതാവിന് ടെൻഷൻ ഉണ്ടാവുന്നത്, ഒരു മാതാവിന് ടെൻഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അവരുടെ ഖൽബ് വേദന കൊണ്ട് പിടയുന്നത്. ഇദാ സമിഅ ഇബ്നി യർഫഉ സൗതഹു അലാ അബീഹി ഔ ഉമ്മി, ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിൽ അപമര്യാദയായി ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന മക്കളെ കണ്ടാൽ അത് പിതാവിന് വല്ലാത്ത വേദനയായിരിക്കും, ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് സമാനമായിരിക്കും. മാതാവിനതൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മാതാവിന്, പിതാവിന് അതൃപ്തി ഉണ്ടാക്കുന്ന രീതിയിൽ, അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളോ സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഇദാ സമിഅ ഇബ്നി യർഫഉ സൗതഹു അലാ അബീഹി ഔ ഉമ്മി, ഉമ്മയുടെ ഉപ്പയുടെയൊക്കെ മുമ്പിൽ ഷൗട്ട് ചെയ്തിട്ട് പേടിപ്പിച്ച് ഒച്ചത്തില് അവരെ കയർക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് അവർക്ക് ഭയങ്കര ഫീൽ ചെയ്യും. കൊല്ലുന്ന കാലാണ്, കഞ്ചാവും ലഹരിയൊക്കെ ഉപയോഗിച്ച് മാതാപിതാക്കളെ കൊല്ലുന്ന കാലാണ്. അതിനിടയിൽ ഈ ഷൗട്ട് ചെയ്യുന്നതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? അതിനൊക്കെ വലിയ ഗൗരവമുണ്ടോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അവരുകൊണ്ട്, അവർ കാരണത്താൽ ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിളുഅഫായിക്കും, എന്റെ നിലനിൽപ്പ്, എന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അവരിലെ ഖിദ്മത്താണ്. ഇത് തിരിച്ചറിയാതെ നമ്മൾക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മാതാപിതാക്കളെ നോക്കുന്നത്. മറ്റുള്ള മതക്കാരൊക്കെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഏറ്റവും കുറവായി വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞേക്കുന്നത് മുസ്ലിം സമുദായമാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും കുറവ് വൃദ്ധസദനം എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അവിടെയാണ് ഏറ്റവും കുറവ് എന്ത് വൃദ്ധസദനങ്ങൾ. എന്ത്? മുസ്ലിമീങ്ങളാണ്. അവർക്ക് മാതാവിന് ഖിദ്മത്ത് ചെയ്യുന്നത് കൊണ്ട് സ്വർഗം പ്രതീക്ഷിക്കുന്നു. മറ്റുള്ള മതക്കാർ, യുക്തിവാദികൾ, നിരീശ്വരവാദികളൊക്കെ മാതാപിതാക്കൾ ഭാരമാണെന്ന് വിശ്വസിച്ച് അവരെ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾക്ക് സ്വർഗം വേണോ? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണോ? മാതാപിതാക്കളുടെ പൊരുത്തമുണ്ടാവണം. 60 വയസ്സ് കഴിഞ്ഞ ഉപ്പയും ഉമ്മയുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വർഗം വളരെ ഈസിയാണ്. ഇത് നമ്മൾ തിരിച്ചറിയാം. 60 വയസ്സ് കഴിഞ്ഞ് ഉപ്പയോ ഉമ്മയോ ഉണ്ടെങ്കിൽ എന്തായാലും ആ മക്കൾ സ്വർഗത്തിലായിരിക്കും. മക്കൾ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്താൽ ആ ഖിദ്മത്തിലൂടെ പാപങ്ങൾ പുറത്തു തരും. ഒരു തൗബയും വേണ്ട, ഒരു ദുആവും വേണ്ട, ഒന്നും വേണ്ട. ആ ഖിദ്മത്തിലൂടെ അല്ലാഹു പാപങ്ങൾ പുറത്തു തരും. മാതാപിതാക്കളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഈ റെസ്പെക്ട് എവിടെ നിന്ന് കിട്ടും? ഇപ്പൊ നമ്മൾ പറഞ്ഞു കുട്ടികളൊക്കെ വലിയ ആളെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. അത് മുതിർന്നവരായ മാതാപിതാക്കൾ അവരുടെ ചെറുപ്പത്തിലെ അവർക്കിത് ശീലിക്കണം. ഞാൻ ഗൾഫിൽ പോകുന്ന ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവും. ഗൾഫിൽ പോകുമ്പോൾ മക്കളെ വിളിച്ചിട്ട് പറയണം, തന്റെ അനുജനെ കാണിച്ചിട്ട് നിന്റെ അളാപ്പയാണ് എന്റെ സ്ഥാനത്താണ്, അല്ലെ? നമ്മൾ ഗൾഫിൽ പോവാണ്. അപ്പൊ അളാപ്പയെയും മക്കളൊക്കെ അടുത്തിരുത്തിട്ട് പറയണം, മോനെ നിന്റെ അളാപ്പയാണ്, ഞാനില്ലാത്ത സമയത്ത് നിന്റെ ഉപ്പയാണ് അയാൾ. എന്നെ നീ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ അയാളെ റെസ്പെക്ട് ചെയ്യണം. എനിക്ക് നിന്നെ ശകാരിക്കാൻ അവകാശമുള്ളതുപോലെ നിന്റെ അളാപ്പയ്ക്ക് നിന്നെ ശകാരിക്കാനും അടിക്കാനും ചീത്ത പറയാനും പേടിപ്പിക്കാനും അവകാശമുണ്ട്. ഇത് നിന്റെ മൂത്താപ്പയാണ്, എന്റെ ജ്യേഷ്ഠനാണ്, നിന്റെ മൂത്താപ്പയാണ്, ഞാനില്ലാത്ത സമയത്ത് നിന്റെ പിതാവാണ്.
ഇത് നിന്റെ അളാമയാണ്, നിന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്, ഉമ്മയില്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്താണ്. ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് ഒരു മാതൃക ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ തന്നെ ജ്യേഷ്ഠാനുജന്മാരെ അടിപിടിയാ, ജ്യേഷ്ഠൻ അനുജനെ കണ്ടൂടാ, അനുജന് ജ്യേഷ്ഠനെ കണ്ടൂടാ. ഈ രീതിയിലുള്ള അടിപിടി നമ്മൾ തമ്മിലുണ്ടായാലോ സ്വാഭാവികമായിട്ടും മക്കൾ റെസ്പെക്ട് ചെയ്യില്ല, അവരെ റെസ്പെക്ട് ചെയ്യില്ല, നമ്മൾ റെസ്പെക്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക, ചെറുപ്പകാലം മുതൽ തന്നെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കി അവരെ വളർത്തുക. മാതാപിതാക്കളൊക്കെ ബഹുമാനിക്കുന്ന മക്കളാക്കി നമ്മൾ മാറ്റുക. മാതാപിതാക്കൾ മാത്രം ഉപ്പമാര് പറയണം, പള്ളിയിൽ പോയാൽ അവിടെയുള്ള മുതിർന്നവരെ ബഹുമാനിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു റമദാനിൽ ഇങ്ങനെ ഇരുന്നതിന്, പള്ളിയിൽ ഇങ്ങനെ ഇരുന്നു, തൊട്ടപ്പുറത്ത് എൻ്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന് മുത്താപ്പ ഉണ്ടായിരുന്നു. ഒരു റമദാനിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ നിസ്കാരം വരെയുള്ള സമയത്ത് എനിക്ക് വയസ്സെത്ര, ഒരു 9-10 വയസ്സുള്ള പ്രായം. ആ സമയത്ത് ഇങ്ങനെ നമ്മളെ ചമ്രം പടിഞ്ഞിരിക്കും, ആ ഇരുത്തം ഇരുന്നു. തൊട്ടപ്പുറത്ത് ഉപ്പയുടെ ജ്യേഷ്ഠന് മുത്താപ്പ ഉണ്ടായിരുന്നു, അതിന് ഉപ്പന്നെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുന്നതിന്റെ പേരിൽ ഉപ്പന്നെ അടിച്ചിട്ടുണ്ട്. എന്താ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കും, ഉപ്പാന്റെ മുമ്പിൽ വരെ ഇങ്ങനെ ഇരിക്കും എല്ലാവരും. ഉപ്പ പള്ളിയിൽ ഇപ്പുറത്തിരിക്കുന്നുണ്ടെങ്കിലും മക്കൾ ഇങ്ങനെ ഇരിക്കും, ജ്യേഷ്ഠൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ചമ്രം പടിഞ്ഞിട്ടല്ല നമ്മളാരും ഇരിക്കാറുണ്ടോ? അങ്ങനെയാണ് മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചത്. ഇവർക്ക് ഫോൺ വന്നു വീട്ടിലേക്ക്, എന്നെക്കാള് 2 വയസ്സ് 3 വയസ്സ് മുതിർന്ന എൻ്റെ ഒരു കസിൻ ബ്രദർ. ആരാ വിളിച്ചെന്ന് ചോദിച്ചു. ഞാൻ അവരുടെ പേര് പറഞ്ഞു. അപ്പോൾ നേരെ പുറത്തു പോയിട്ട് നല്ലൊരു വടി കൊണ്ടുവന്നിട്ട് നന്നായി അടിച്ചു. എന്തിനെന്നറിയോ? അയാളുടെ പേര് പറഞ്ഞു. ആ പേരിൻ്റെ കൂടെ ഇച്ച എന്ന് പറയാത്തതിൻ്റെ പേര്. 2-3 വയസ്സ് മുതിർന്ന ഒരാൾ ഫോൺ ചെയ്തു. ഞാൻ ഫോൺ എടുത്തിട്ട് ആരാ വിളിച്ചു നോക്കിയപ്പോൾ ഇന്നാലിന്ന ആള് എന്ന് പറഞ്ഞു. അങ്ങനെ പേരുപ്പയോട് പറഞ്ഞതിൻ്റെ പേരിൽ വടി കൊണ്ടുവന്നിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പഴയ കാലത്തൊക്കെ ഉപ്പമാരെ വളർത്തിയത്. ഇന്ന് ആർക്കും ആരോട് റെസ്പെക്റ്റ് ഇല്ല. ഉസ്താദുമാരെ ഉപ്പമാർക്കേ ബഹുമാനമില്ല. മദ്രസയിൽ ഉസ്താദുമാരെ വീട്ടിൽ വെച്ച് നമ്മൾ അപഹസിക്കാൻ, പരിഹസിക്കാൻ, പിന്നെ എങ്ങനെ മക്കൾ ഉസ്താദുമാരെ ബഹുമാനിക്കും? അധ്യാപകന്മാരെ വീട്ടിൽ വെച്ച് നമ്മൾ കളിയാക്കാൻ, പിന്നെ എങ്ങനെ വീട്ടിൽ കുട്ടികൾ അധ്യാപകന്മാരെ ബഹുമാനിക്കും? ഗീവ് റെസ്പെക്ട്, ഗെറ്റ് റെസ്പെക്ട്. നമ്മൾ റെസ്പെക്ട് കൊടുത്ത് പഠിപ്പിക്കുക, എങ്കിൽ തിരിച്ച് ബഹുമാനവും ആദരവും നമ്മൾക്ക് കിട്ടേണ്ട അർഹതയും അംഗീകാരമൊക്കെ മക്കളിൽ നിന്ന് കിട്ടും. മക്കളിൽ ചെറുപ്പത്തിലെ ഈ ആദരവും അദബും പഠിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിലങ്കോട് നിന്ന് ഹസൻ്റെ ഉമ്മ അബി ഫാത്തിമ മരണപ്പെട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. ഓൺലൈനിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എറണാകുളത്ത് നിന്നുള്ളൊരു സുഹൃത്ത് സൈനുദ്ദീൻ, പ്രത്യേക ദുആ ചെയ്യാൻ പറഞ്ഞു. മക്കളുടെയൊക്കെ പഠനത്തിൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി അള്ളാഹു എല്ലാം ഖൈറാക്കി കൊടുക്കട്ടെ. ഭക്ഷണം നൽകിയ സത്താർ അള്ളാഹു അവരുടെ സ്വർഗീയ ഭക്ഷണവും സ്വർഗീയ പാനീയവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീട്ടിലും കുടുംബത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മാൻ്റെ അസുഖം മാറാൻ ഒരു സഹോദരൻ 5000 രൂപ സംഭാവന, അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. അർഹമുർ-റഹീമായ റബ്ബ് എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സലാമത്താക്കട്ടെ. എന്തുമില്ലല്ലോ ദ്വാരക്കുന്നല്ലേ? ചെറിയൊരു ദ്വാ. സത്യത്തിൽ ഞാനിന്ന് ശക്തമായി പനി പിടിച്ച് ഒരു വൈകുന്നേരം ആകുമ്പോൾ പോകുന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ വിളിക്കാതെ ഇരുന്നു. 2-3 പാരസിറ്റമോളൊക്കെ അടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. എത്ര സമയത്ത് പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടില്ല. പക്ഷെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ നമ്മൾ പ്രശ്നിച്ചില്ലേ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ചെറിയൊരു ദ്വാ, ഞാൻ നീട്ടിയിട്ടൊന്നും ദ്വാരക്കുന്നില്ല, ഒരു 2 മിനിറ്റ് ദ്വാരക്കാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ഒരുപാട് കുടുംബക്കാരുണ്ട്, നാട്ടിൽ ഉസ്താദുമാരുണ്ട്, ഇവിടെ കമ്മിറ്റിക്കാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, വോളണ്ടിയർമാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവർക്കും ചെറിയൊരു ദുആ ചെയ്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. പടച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. മരിച്ചുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചോനെ, ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, ഞങ്ങളുടെ മക്കളെ നീ കൺകുളിർമയുള്ളവരാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, കൺകുളിർമയുള്ള ഭാര്യമാർ, കൺകുളിർമയുള്ള ഭർത്താക്കന്മാർ, കൺകുളിർമയുള്ള മക്കളാക്കി ഞങ്ങൾക്ക് മാറ്റണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ല അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. ഗർഭകാലത്തുള്ള പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റബ്ബേ. പടച്ചോനെ, നീ ഞങ്ങൾക്ക് തന്ന മക്കൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാഹ്. പരീക്ഷകളിലും പരീക്ഷണങ്ങളിലൊക്കെ ഉന്നതമായ വിജയം നൽകണേ റബ്ബേ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്റെ ഹദറത്തിലേക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയതും ചൊല്ലിയതൊക്കെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് ഉന്നതമായ ദറജ നൽകിയവരെ അനുഗ്രഹിക്കണേ റബ്ബേ. പരിപാടിയുടെ സംഘാടകർ, വോളണ്ടിയർമാർ, എല്ലാ ആളുകൾക്കും 2 വീട്ടിലും നീ വിജയം നൽകണേ അല്ലാഹ്. ഭക്ഷണം നൽകിയ വീട്ടുകാർ
ചെറുപ്പക്കാർക്ക് സ്വർഗീയ ഭക്ഷണവും പാനീയവും നൽകണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار آمين برحمتك يا أرحم الراحمين. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മുടെ നാട്ടിലൊക്കെ SSLC കഴിഞ്ഞ് പിന്നെ +1 +2 സയൻസ് നീറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും, കുട്ടികൾ. അങ്ങനെ കുറേ ആളുകൾ പല സ്ഥലത്തും ചോദിച്ചിരുന്നു മുമ്പൊക്കെ വേദന പോകുമ്പോൾ കുട്ടികൾക്ക് നിന്ന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളത്. സയൻസ് വേണം, നീറ്റ് വേണം. അപ്പം അങ്ങനെ ഒരു സ്ഥാപനം ഇൻഷാ അല്ലാഹ് അസോഡ് വിൻടച്ചിൽ നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ വേദ കേൾക്കാൻ വന്ന പെൺകുട്ടികളിൽ റിസൾട്ടൊക്കെ കാത്തിരിക്കുകയാണ്. SSLC കഴിഞ്ഞാൽ +1 സയൻസ് ഉദ്ദേശിക്കുന്ന പെൺകുട്ടികൾ, അവർക്ക് നീറ്റും കൂടി വേണമെങ്കിൽ ഇസ്ലാമികമായ അന്തരീക്ഷത്തോടു കൂടി റെസിഡൻഷ്യൽ ക്യാമ്പസ് ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളുകൾ കോഴിക്കോട് പോകുന്നവരുണ്ട്, പാലയിൽ പോകുന്നവരുണ്ട്, മംഗലാപുരം പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷത്തോടു കൂടിയുള്ളൊരു നീറ്റ് കോച്ചിങ് സെൻറ്റർ ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ നോട്ടീസൊക്കെ ചിലപ്പം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തിയും നൽകട്ടെ. പരീക്ഷയിലും പരീക്ഷണങ്ങളിലൊക്കെ അള്ളാഹു അവർക്ക് ഉന്നതമായ വിജയം നൽകട്ടെ. ഈ ഭാഗത്ത് കുട്ടികളുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം തുബ് അലൈനാ